കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിൽ ദൈവവചന പഠനത്തിനായി കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. കടന്നു വന്ന ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന ദൈവമക്കൾ തുടർന്ന് ഫേസ്ബുക്കിലൂടെയും വെബ്സൈറ്റിലൂടെയും ഒക്കെ ദൈവവചനം കേൾക്കുവാൻ പോകുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വളരെ സന്തോഷകരമായ മെസ്സേജുകൾ ലഭിക്കുവാനിടയായിത്തീർന്നു. പല സ്റ്റേറ്റുകളിൽ നിന്ന് ദൈവവചന പഠന കേൾവി അവരുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച്, പ്രാർത്ഥന അനുഭവങ്ങളെക്കുറിച്ചൊക്കെ വിളിച്ച് ഞങ്ങളെ അറിയിക്കുകയും മെസ്സേജ് തരികയും ചെയ്ത അത് ഞങ്ങൾക്ക് ഉത്തേജനമാണ്, അനുഗ്രഹമാണ്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം വീണ്ടും നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തെക്കുറിച്ചാണ്. അതിന്റെ 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തെ അടിസ്ഥാനമാക്കി 4ആയി വിഭജിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. 1-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകുമെന്നുള്ള വചനത്തെ അടിസ്ഥാനമാക്കി അതിനെ 4ആയി വിഭജിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ 1-ാം ഭാഗം 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 4 വരെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ മുഖവുര എന്ന വിഷയം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മുഖവുര എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ ഉയർപ്പ് മുതൽ പെന്തക്കോസ്ത് നാൾ വരെയുള്ള ആ ചരിത്രമാണ് മുഖവുരയിൽ നമ്മൾ ചിന്തിച്ചത്. അതിനുശേഷം നമ്മൾ ചിന്തിച്ചത് 2-ാം അധ്യായം 2-ാം ഘട്ടം എന്ന് പറയുന്നത് 2-ാം അധ്യായം 5 മുതൽ 8-ാം അധ്യായം 3 വരെയുള്ള ഭാഗമാണ്. ആ ഭാഗം യെരൂശലേം സഭയെക്കുറിച്ചാണ്. 2-ാം അധ്യായം 5 മുതൽ 8-ാം അധ്യായം 3 വരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യെരൂശലേം സഭയെക്കുറിച്ചാണ്. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് യെരൂശലേം സഭ എന്ന പേര് വെളിപ്പെട്ട് കാണുന്നത്. ആ സഭയുടെ പ്രധാനപ്പെട്ട 7 ക്വാളിറ്റികളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുവാൻ ആരംഭിച്ചത്. യെരൂശലേമിനെ ഇമ്പാക്ട് ചെയ്ത ഒരു സഭയായിരുന്നു യെരൂശലേം സഭ. യെരൂശലേം സഭ ദൈവദാസിദാസന്മാരെ ഒരു മോഡൽ ചർച്ചായിരുന്നു. നമുക്ക് ആ സഭയുടെ ഗുണങ്ങൾ ചിന്തിക്കുമ്പോൾ ആ ഗുണങ്ങൾ മുഖാന്തരം ആ സഭ ആ ദേശത്തെ പിടിച്ചു കുലുക്കിയ ചരിത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സഭയുടെ ഗുണങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ പരിശോധന ചെയ്യണം. നമ്മൾ നിൽക്കുന്ന സഭയ്ക്ക് ഈ പറയുന്ന പ്രായോഗിക ഗുണങ്ങളുണ്ടോ? അതില്ലാത്തത് കൊണ്ടല്ലേ നമ്മൾക്ക് ഈ ദേശത്ത് അല്ലെങ്കിൽ ഒരു ചലനം സൃഷ്ടിക്കുവാൻ കഴിയാത്തത് എന്നുള്ള കാര്യം ചിന്തിച്ച് ആ പ്രായോഗിക ഗുണങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വരുന്നുവെങ്കിൽ യെരൂശലേം സഭ യെരൂശലേമിനെ പിടിച്ചു കുലുക്കിയതുപോലെ നമ്മൾ നിൽക്കുന്ന സഭ ആ ദേശത്ത് അറിയപ്പെടുന്ന മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു സഭയായി, വിടുതലെടുത്തു കൊടുക്കുന്ന ഒരു സഭയായി തീരുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചത് 2-ാം അധ്യായം 5 മുതൽ 8-ാം അധ്യായം 3 വരെയുള്ള യെരൂശലേം സഭയുടെ പ്രധാനപ്പെട്ട 7 ഗുണങ്ങളെ കുറിച്ചാണ്. അതിൽ 1-ാമത്തെ ക്വാളിറ്റികൾ എന്ന് പറയുന്നത് യെരൂശലേം സഭ ഇസ് എ പ്രേയിങ് ആൻഡ് പ്രേസിംഗ് ചർച്ച്, പ്രാർത്ഥിക്കുന്നതും സ്തുതിക്കുന്നതുമായ സഭയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായിത്തീരുന്നു. ദൈവമക്കൾ, നമ്മുടെ സഭ പ്രാർത്ഥിക്കുന്ന സഭയായിരിക്കണം, ദൈവത്തെ ആരാധിക്കുന്ന സഭയായിരിക്കണം. വ്യക്തിപരമായി പറഞ്ഞാൽ ഓരോ വ്യക്തി ജീവിതങ്ങളും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം. ആ വിഷയം നമ്മൾ ചിന്തിച്ചു. രണ്ടാമത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 2-ാമത്തെ ഗുണമാണ് ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് ചർച്ച് എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത സഭയാണ്. യേശു കർത്താവിന്റെ അതേ സ്വഭാവ വിശേഷ ഗുണങ്ങളുള്ള യെരൂശലേം സഭയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. രണ്ടാമത് യേശു പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കുകയും യേശു പ്രസംഗിച്ചതുപോലെ പ്രസംഗിക്കുകയും ചെയ്യുന്ന സഭയായിരുന്നു യെരൂശലേം സഭ. പഠനത്തിനും ദൈവവചന കേൾവിക്കും വളരെ പ്രാധാന്യം കൊടുത്ത സഭ. പ്രാർത്ഥനയെ പോലെ ആരാധനയെ പോലെ തന്നെ ദൈവവചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത സഭയാണ് യെരൂശലേം സഭ. ദൈവത്തിലെ ദേശത്തെ പിടിച്ചു കുലുക്കണമെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ദൈവസഭയിൽ വെളിപ്പെടണമെങ്കിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രാർത്ഥനയെ പോലെ ആരാധനയെ പോലെ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇന്ന് അനേക ഇടങ്ങളിൽ ദൈവവചനത്തിന് സമയമില്ല.
സഭായോഗങ്ങളിൽ പോലും ആളുകൾ പാട്ടും പ്രാർത്ഥനയും ആരാധനയും സാക്ഷ്യവും ഒക്കെ കഴിയുമ്പോൾ സമയം തീരുകയാണ്. ദൈവവും വചനത്തിന് പ്രാധാന്യമില്ല. ദുഃഖകരമെന്ന് പറയട്ടെ, ആ ദൈവവും വചനത്തിന് പ്രാധാന്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ദൈവസഭകളിൽ വിടുതൽ നടക്കാത്തത്. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം കഴിഞ്ഞ ആഴ്ച ഒന്ന് മെൻഷൻ ചെയ്തു ഞാൻ. അത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ മുഖാന്തരം സകലതും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല. ദൈവമായിരുന്നവൻ, ദൈവത്തോട് കൂടെയിരുന്നവൻ, അവൻ മുഖാന്തരമാണ് സകലതും ഉളവായത്, അവനെ കൂടാതെ ഒന്നും ഉളവാകുകയില്ല. വചനമില്ലാത്ത ഇടത്ത് അത്ഭുതം ഉണ്ടാകില്ല. കാരണം വചനമാണ് ദൈവം. ദൈവത്തെ ഉയർത്താത്ത ഇടത്ത്, ദൈവത്തെ വെളിപ്പെടുത്താത്ത ഇടത്ത് എങ്ങനെ അത്ഭുതങ്ങൾ നടക്കും? അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രാർത്ഥനയെ പോലെ, ആരാധനയെ പോലെ ദൈവവചന കേൾവിക്ക് പ്രാധാന്യം കൊടുക്കണം. വ്യക്തിപരമായി പറഞ്ഞാൽ ഓരോ വ്യക്തിയും വിശ്വാസിയുടെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ പതിയേണ്ടത് ദൈവവചനമാണ്. ദൈവവചനത്താൽ നിറയപ്പെട്ടവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആളുകൾ ദൈവവചന കേൾവിക്ക് പ്രാധാന്യം കൊടുക്കണം. അപ്പോസ്തല പ്രവർത്തികൾ 28 അധ്യായങ്ങളുണ്ട്. 28 അധ്യായങ്ങളിൽ 19 പ്രസംഗങ്ങളാണ്, 19 മെസ്സേജുകൾ. അപ്പോൾ തന്നെ അറിയാം ഏതാണ്ട് 40% ആളുകൾ ദൈവവചനമാണ് അതിനകത്ത്. അപ്പോൾ തന്നെ അറിയാം ദൈവവചനത്തിന് അത് പരിശുദ്ധാത്മാവ് എത്ര പ്രാധാന്യം കൊടുത്തുവെന്ന്. അതിൽ 19 പ്രസംഗങ്ങൾ, പത്രോസ് 8 പ്രസംഗങ്ങൾ, പൗലോസ് 9 പ്രസംഗങ്ങൾ, സ്റ്റെഫാനോസ് 1 പ്രസംഗം, യേശുക്രിസ്തുവിന്റെ സഹോദരനായിരുന്ന യാക്കോബ് 1 പ്രസംഗം. അങ്ങനെ 19 പ്രസംഗങ്ങൾ അതിനകത്തുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. നമ്മൾ പ്രധാനമായി അവിടെ ചിന്തിച്ചത് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. യെരൂശലേം സഭയുടെ പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിച്ചു. അവിടെയെങ്കിലും ഭൗതികമായ ഒരു ആവശ്യത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചില്ല. അതേപോലെ തന്നെ ഈ 19 പ്രസംഗങ്ങളും ഓരോന്നെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരൊറ്റ ഭാഗത്ത് പോലും അത് ഭൗതികമായ മെറ്റീരിയലായിട്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി അവരുടെ മെസ്സേജിനെ അവർ മാറ്റിമറിച്ചിട്ടില്ല. ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ ഉയർത്താൻ വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ, ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു അവരുടെ പ്രസംഗങ്ങൾക്ക് മുഴുവൻ. ദൈവമേ, ഇന്നുള്ള പ്രസംഗങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ ആളുകൾ എല്ലാ പ്രസംഗങ്ങളും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായി അധംപതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവപ്രവൃത്തി വെളിപ്പെടാത്തത്. ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, സ്വയകാര്യ സാധ്യത്തിന് വേണ്ടി ആളുകൾ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ തിരുത്തി മാറ്റിക്കൊണ്ടിരിക്കാൻ, കോട്ടുമാറ്റി ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല. എന്നാൽ യെരൂശലേം സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ യെരൂശലേം സഭ അവരുടെ പ്രസംഗങ്ങളൊന്നും ഭൗതികമായ ഒരു ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രസംഗങ്ങളായിരുന്നില്ല. യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ, യേശുവിനെ അറിയുവാൻ, യേശുവിനെ അനുഭവിക്കുവാനുള്ള മെസ്സേജുകളായിരുന്നു അവരുടെ ജീവിതം. അപ്പോൾ 2 തീമോത്തി 4-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ആളുകൾ വേറെ തരം പ്രസംഗങ്ങളുണ്ട്. ആളുകൾ അന്ത്യകാലഘട്ടത്തിൽ 2 തീമോത്തി 4-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഇങ്ങനെയാണ് അവിടെ കുറിച്ചിരിക്കുന്നത്. അവർ സത്യോപദേശം പൊറുക്കാതെ കർണരസമുണ്ടാകുവാൻ സ്വന്തം മോഹങ്ങൾക്കൊത്തവിധം ഉപദേശക്കന്മാരെ ഭരിക്കുകയും സത്യത്തിന് ചെവികൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. കേട്ടോ, കർണരസമായ പ്രസംഗങ്ങൾ, കെട്ടുകഥകൾ ഉൾപ്പെടുത്തിയ പ്രസംഗങ്ങൾ. എന്തിനു വേണ്ടിയാ? സ്പിരിച്വൽ എന്റർടൈൻമെന്റ് ആക്കുകയാണ് അനേക പ്രസംഗങ്ങളും അനേക പ്രസംഗങ്ങളും ഇന്നെന്താ? ഒരു സ്പിരിച്വൽ എന്റർടൈൻമെന്റാ. മറ്റുള്ളവരെ രസിപ്പിക്കുവാൻ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ, സുഖിപ്പിക്കുവാനുള്ള പ്രസംഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ആളുകൾ യേശു കർത്താവ് ആളുകളെ പണ്ട് പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു കാലം വരും. സത്യത്തിൽ ദൈവമക്കളെ നമ്മൾ ചോദന ചെയ്താട്ട് ഇങ്ങനെയുള്ള കാലമല്ല ഇന്ന്. ഒന്നുകിൽ ദൈവവചനമില്ല, ആരാധന കൊണ്ട് അവസാനിപ്പിക്കുക, സാക്ഷ്യങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുക, ദൈവവചനം പറയുവാൻ സമയം കിട്ടുന്നില്ല. അല്ലെങ്കിലുള്ള പ്രസംഗം എന്താ? എല്ലാവരെയും സന്തോഷിപ്പിക്കുവാൻ, ആരും ഹത്യയില്ലാതെ, ആരെയും കുത്താതെ, കർണരസമായ പ്രസംഗം, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന പ്രസംഗം, എപ്പോഴും വിശ്വാസം പ്രസംഗം. ദൈവം ഇതിന് ഉപദേശം വെളിപ്പെടുന്നില്ല, വിശുദ്ധി വെളിപ്പെടുന്നില്ല, മടങ്ങിവരവ് വെളിപ്പെടുന്നില്ല, മനസ്സാന്തരം വെളിപ്പെടുന്നില്ല. ദൈവമക്കളെ മനസ്സിലാക്കണം, ദൈവസഭയുടെ യെരൂശലേം സഭയുടെ പ്രസംഗം മുഴുവൻ മനസ്സാന്തരമായിരുന്നു. നമ്മളതടുത്ത് പഠിക്കാൻ പോവുക. ഇന്നുള്ള പ്രസംഗങ്ങളിൽ മനസ്സാന്തരം വെളിപ്പെടുമോ? പാപത്തെക്കുറിച്ച് ബോധ്യം വെളിപ്പെടുന്നുണ്ടോ? നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്നുണ്ടോ? ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വെളിപ്പെടുന്നുണ്ടോ?
എന്താ വെളിപ്പെടാത്തത്? അതിന്റെ പ്രസംഗികളുടെ പിൻപിലും പ്രസംഗത്തിന് പിൻപിലും പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നടക്കേണ്ടുന്ന വഴി വെളിപ്പെടുത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വെളിപ്പെടുത്തും. കാരണം ആ ആത്മാവാണ് പരിശുദ്ധ ആത്മാവ്. ദൈവത്തിനെ ശ്രദ്ധിക്കണമേ. അന്ത്യകാലഘട്ടങ്ങളിൽ കണ്ണരസകരമായ പ്രസംഗങ്ങൾ, അതിനുവേണ്ടി ജനം ഓടിക്കൂടുക. ഒന്നുകിൽ വചനം പറയത്തില്ല, അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം എന്താ വലിയ നാട്ടിലുള്ള വലിയ ക്രൂസൈഡുകളിലൊക്കെ വളരെയധികം ജനക്കൂട്ടം കടന്നു വരുന്നുണ്ട്. നമുക്കറിയാം ഹാലലിയ 1 മണിക്കൂർ പ്രസംഗിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ 47 മിനിറ്റും ഹാലലിയ തന്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവിടെ ചെയ്ത അത്ഭുതങ്ങൾ, ഇവിടെ ചെയ്ത അത്ഭുതങ്ങൾ, ഹാലലിയ അവിടെ നടന്ന വിടുതലുകൾ, ഇവിടെ നടന്ന വിടുതലുകൾ പറയുക. അവസാനം 5 മിനിറ്റ് കൊണ്ട് ഹാലലിയ യേശുവിനെ ഉയർത്താൻ നോക്കിയാൽ ഉയർത്തപ്പെടുവോ? സ്വയം ഉയർത്തപ്പെട്ട് 47 മിനിറ്റ് സ്വയം ഉയർത്തിയിട്ട് 5 മിനിറ്റ് യേശുവിനെ ഉയർത്തിയാൽ യേശു വെളിപ്പെടുമോ? നമ്മൾ ചിന്തിക്കേണ്ട അനവധി സത്യങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വെളിച്ചം വീഴുകയാ. തിരിയുവാനുള്ള അനുഭവമാണ് മനസ്സാന്തരം. അതുകൊണ്ട് ഈ ദൈവവചന പഠനം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം. വചനം ദൈവമാണ്, വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ടാണ് യോഹന്നാനിൽ യേശു കർത്താവ് പറഞ്ഞത്, യോഹന്നാൻ ചെയ്ത് പറഞ്ഞത്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും ഉണ്ടായാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും. വചനമില്ലാത്തിടത്ത് അത്ഭുതമില്ല. യേശു കർത്താവ് പറഞ്ഞത്, എന്റെ അടുക്കൽ വരുന്നവൻ എന്റെ വചനം കേട്ട് അനുസരിക്കണം. അങ്ങനെയുള്ളവനെ കുറിച്ചാണ് പറയുന്നത്. അവൻ ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യൻ. അതിൽ മഴ പെയ്തു, കാറ്റടിച്ചു, വീടിനോടടിച്ചു, ഒഴുക്ക് വീടിനോടടിച്ചു, എന്നാൽ അതിനെ വീഴ്ത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. ദൈവവിധിയെ വചനം അകത്തുള്ളവനെ വീഴ്ത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്നാണ് യേശു തെളിയിച്ചു പറഞ്ഞത്. മഴ എല്ലാവരുടെ മേലും പെയ്യും, കാറ്റെല്ലാവരുടെ മേലും അടിക്കും, ഒഴുക്ക് എല്ലാവരുടെ മേലും വന്നടിക്കും, എന്നാൽ ഉറപ്പുള്ള വചനത്തിൽ അടിസ്ഥാനമുള്ള വചന നിറമുള്ള ദൈവവിധിയെ വീഴ്ത്തുവാൻ ആലംബിയ ഈ മഴയ്ക്കോ ഈ കാറ്റിനോ ഈ ഒഴുക്കോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കകത്ത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ വഴിയിലെ ദൈവ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. ചിലയിടങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ്, ഞാനും പല സമയത്ത് കേട്ടിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ സാക്ഷ്യം എന്ന് പറയുന്ന മീറ്റിംഗ് കഴിഞ്ഞിട്ട് നടത്തിപ്പുകാർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിയായിരുന്നു ദൈവദാസ ഇന്ന്. അതുകൊണ്ട് ദൈവവചനം സംസാരിക്കാൻ പോലും അവസരം കിട്ടിയില്ല. വളരെ ദുഃഖകരം, ലജ്ജാകരമായ ഒരു വാക്കാത്. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവുണ്ടായിരുന്നു, അതുകൊണ്ട് വചനം സംസാരിക്കാൻ സമയം കിട്ടിയില്ലെന്ന്. പരിശുദ്ധാത്മാവിന്റെ പ്രകടമായ ലക്ഷണങ്ങൾ വെളിപ്പെട്ടതുകൊണ്ട് വചനം സംസാരിക്കാൻ ഇടം കിട്ടിയില്ലെന്നാണ് പറയുന്നത്. എന്നാൽ തിരുവചനം നേരെ തിരിച്ചാ സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, ആത്മാവിൽ നിറഞ്ഞവർ അന്യഭാഷയിൽ ആരാധിച്ചു കഴിഞ്ഞിട്ട് വെളിപ്പെട്ടത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വചനമാ. 2-ാം അധ്യായം 1 മുതൽ 4 വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് 120 പേർ പതിഞ്ഞു കഴിഞ്ഞപ്പോൾ, അതിൽ പിന്നെ നമ്മൾ കാണുന്നത് 14-ാം വാക്യം 36 മുതൽ ദൈവത്തിന്റെ വചനപ്രസംഗമാണ്. പത്രോസിന്റെ ദൈവവചനം പ്രസംഗിക്കുക. അപ്പോൾ ആത്മാവിന്റെ നിറവ് വന്ന് അന്യഭാഷയിൽ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ വെളിപ്പെട്ടത് ദൈവവചനമല്ലേ? വേണ്ട, യേശുവിന്റെ കാലത്തേക്ക് നോക്കിയാട്ട് ലൂക്കോസിൽ തൊഴിലെ 3-ാം അധ്യായം 22-23 ഭാഗങ്ങൾ വായിച്ചാൽ, യേശു കർത്താവ് സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച് സ്ഥാനപ്പെട്ട ലോകത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ മേൽ വന്ന് നിറഞ്ഞു. പിന്നീട് ആത്മാവിന്റെ ശക്തി പ്രാപിച്ചിട്ട് ഇറങ്ങി വന്ന് സെനഗോഗിൽ വന്ന് പ്രസംഗിച്ചത് ദൈവവചനമല്ലേ? യെശയ്യാപ്രവാചകന്റെ പുസ്തകം എടുത്ത് തുറന്ന് ദൈവവചനമല്ലേ സംസാരിച്ചത്? അപ്പോൾ ആത്മാവ് വരുന്നത് എന്തിനു വേണ്ടിയാ? ദൈവവചനത്തിന് വേണ്ടിയല്ലേ? പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ മേൽ വരുന്നത് ദൈവവചന കേൾവിക്ക് വേണ്ടിയല്ലേ? ഇന്ന് തിരിയുമോ? ഇന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യമുള്ളതുകൊണ്ട് ദൈവവചനം പറയുവാൻ സമയം കിട്ടിയില്ലെന്നാണ് പറയുന്നത്. ദുഃഖകരമാണ്. ദൈവത്തില് പരിശുദ്ധാത്മാവ് വരുന്നത് നല്ല ഫീലിങ്സ് തരുവാനല്ല, കയ്യടി ചെന്ന് നമ്മളെ ബലപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ഒരു ഇറത്ത് പോലെ തോന്നിപ്പിച്ച് അല്ലെങ്കിൽ തണുപ്പ് പോലെ തോന്നിപ്പിച്ച് നമ്മളെ ഒന്ന് അതിൽ ഫീലിങ്സ് തന്ന് ചില ഫീലിങ്ങുകളിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി അല്ല വരുന്നത്. സാക്ഷീകരിക്കുവാൻ ആവശ്യമായ ശക്തി പകരുവാനാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ ആത്മാവിൽ പറയട്ടെ, യേശു
യേശുവിനെ ഉയർത്തുവാൻ, സാക്ഷീകരിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് ഒരുവന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്നത്. നമുക്കറിയാം, അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സമയം ഇന്നത്തെ സമയം പോലെയല്ല. ഇന്ന് പ്രസംഗിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, എവിടെയും പ്രസംഗിക്കാം. കാരണം ഇന്ന് പ്രസംഗത്തിന്റെ എന്തോ പറയാ, രാവിലെ തുറന്നാൽ രാവിലെ മുതൽ രാത്രി അർദ്ധരാത്രി വരെ പ്രസംഗങ്ങളായിരുന്നു. ടി വി തുറന്നാൽ പ്രസംഗം, ഇന്റർനെറ്റിൽ പ്രസംഗം, സഭകളിൽ പ്രസംഗം, വീടുകളിൽ പ്രസംഗം, പ്രസംഗത്തിന്റെ കാലമായിരുന്നു. ഇന്ന് അനുകൂലമായ സാഹചര്യം ആർക്കും പ്രസംഗിക്കാം. എന്നാൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സമയം നമുക്കറിയാമല്ലോ. ബുദ്ധിമുട്ടും പ്രതികൂലങ്ങളും നിലനിൽക്കുന്ന സമയമാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിച്ച് അവന്റെ അനുയായികളെ പിടിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പടയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാവിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. ശൗലിനെ പോലെയുള്ളവർ സന്നിധി സംഘത്തിന്റെ അതിൽ കൈമുദ്ര വാങ്ങിച്ചിട്ട് ക്രിസ്തു ശിഷ്യന്മാരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് തകർക്കുവാൻ കാത്തുകെട്ടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. അവർ പ്രസംഗിച്ചത് എന്താ? നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ ഞങ്ങൾ ഉയർത്തും എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ചത്. അതൊരു കാര്യമെന്താ? പിൻപിൽ പരിശുദ്ധാത്മാവിന്റെ മേലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ഏതുകൊണ്ടാണ് യേശുവിനെ ബുദ്ധിമുട്ടുള്ള സമയത്തും പ്രതികൂലങ്ങളുടെ സമയത്തും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്തും പ്രസംഗിക്കുവാൻ കഴിഞ്ഞത്? അപ്പോൾ തെറ്റിദ്ധരിക്കരുത്, പരിശുദ്ധാത്മാവ് വരുന്നത് നല്ല ഫീലിങ്സ് തരാനല്ല. പരിശുദ്ധാത്മാവ് വരുന്നത് നിന്നെ വചന കേൾവിയിലേക്ക് ഒരുക്കുവാൻ വേണ്ടിയാണ്, ദൈവവചനത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ അതിനെക്കുറിച്ചൊരു ഉദാഹരണം പറഞ്ഞു. പക്ഷേ ചില പ്രയാസങ്ങൾ വന്നതുകൊണ്ട്, ചില പ്രയാസങ്ങൾ വന്നതുകൊണ്ട് അത് കേൾക്കുവാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കാം. പണ്ടത്തെ കാലത്ത് നമ്മുടെ ഭവനങ്ങളിൽ ഇന്നാണ് ഗ്യാസൊക്കെ ഉള്ളത്, അന്ന് അടുപ്പാണ്. അടുപ്പിലാണ് ആളിൽ കത്തിച്ച് അവിടെയാണ് കലം വെച്ച് വെള്ളം വെച്ച് അരിയിടുന്നത്. സാധാരണ അമ്മമാരെന്തോ ചെയ്യുന്നത്? രാവിലെ എഴുന്നേറ്റ് തലേദിവസത്തെ ചാരമെല്ലാം എടുത്തു കളഞ്ഞ് അടുപ്പൊന്ന് വൃത്തിയാക്കി ചൂട്ടൊക്കെ എടുത്തുകൊണ്ട് വെച്ച് ആ അടുപ്പ് കത്തിക്കും, വിറക് വെച്ച് അടുപ്പ് കത്തിക്കും. എന്നിട്ട് അലുമിനിയം കലമാണെന്നുള്ളത്, അലുമിനിയം കലം നന്നായി കഴുകി അതിനകത്ത് വെള്ളം കൊണ്ടുവന്ന് ഈ തീയുടെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും, അടുപ്പിന്റെ മുകളിൽ വെക്കും. എന്നിട്ട് നല്ലൊരു അലുമിനിയം അടപ്പെടുത്ത് അടച്ചു വെച്ചിട്ട് മാറിയിരുന്ന് അരി കഴുകും. അരി കഴുകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തീ വന്ന് ഒന്ന് നല്ലത് കൂട്ടിക്കൊടുക്കും. സ്വല്പം കഴിയുമ്പോൾ അരി കഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മമാർ ശബ്ദം കേൾക്കും. എന്താ? കലത്തിനകത്ത് കിടന്ന വെള്ളം തിളയ്ക്കുന്നു. വെള്ളം തിളച്ചെന്ന് എങ്ങനെ അറിയാം? വെള്ളം തിളയ്ക്കുമ്പോൾ അത് മേളിൽ വെച്ചിരിക്കുന്ന അലൂമിനിയം അടപ്പ് കിടന്ന് ടപ്പ് ടപ്പ് ടപ്പുടെ ശബ്ദം ഉണ്ടാക്കും. ആ ടപ്പ് ടപ്പ് ശബ്ദം വരുമ്പോൾ അമ്മമാർക്കറിയാം അകത്ത് വെള്ളം തിളച്ചു കഴിഞ്ഞു. എന്തിനാ ആ വെള്ളം തിളച്ചു കഴിഞ്ഞു എന്നുള്ള അറിവ് ലഭിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആ ടപ്പ് ടപ്പ് ശബ്ദം കേൾപ്പിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അടുത്ത പ്രോസസ്സിലേക്ക് വരാൻ വേണ്ടിയാ. എന്താ? കഴുകി വെച്ചിരിക്കുന്ന അരി അതിനകത്ത് ഇടണം. അല്ലാതെ ടപ്പ് ടപ്പ് ശബ്ദം കേൾക്കുന്ന ആ സുഖത്തിന് വേണ്ടി ആരും വെള്ളം രാവിലെ എഴുന്നേറ്റ് കലത്തിൽ വെച്ച് ചൂടാക്കത്തില്ല. ഇന്ന് അനേക സഭകളിൽ ടപ്പ് ടപ്പ് ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് ആരാധന. സ്വല്പനേരത്തെ ശക്തി കൊണ്ട് അവസാനിപ്പിക്കുക. രണ്ടന്യഭാഷ പറയുമ്പോൾ ആരാധന തീരുന്നില്ല, ക്ഷീണിക്കുക. പിന്നെ ദൈവവചനം കേൾക്കാനും സമയമില്ല, ഒന്നിനും സമയമില്ല, ക്ഷീണിക്കുക. ദൈവവചനത്തിൽ അകത്ത് വെള്ളം തിളച്ച് മേളിൽ ശബ്ദമുണ്ടാകുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അരിയിടുവാനുള്ള സമയമായി. കുഞ്ഞെ, ആ വെള്ളം തിളച്ചു കിടന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ടപ്പ് ടപ്പ് ശബ്ദം കേട്ടതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതെന്തിനു വേണ്ടിയാ തിളച്ചത്? അതെന്തിനു വേണ്ടിയാ ശബ്ദം ഉണ്ടാക്കിയത്? കഴുകി വെച്ചിരിക്കുന്ന അരി എടുത്തിടാൻ വേണ്ടിയാ. ഒരുക്കി വെച്ച ദൈവവചനം അതിനകത്തേക്ക് ഇടാൻ വേണ്ടിയാ. ആരാധന അതിന്റെ ശക്തിയിൽ വെളിപ്പെടുമ്പോൾ അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് അത് ക്രമീകരിച്ച ദൈവ നിയോഗത്താൽ ഏറ്റെടുത്ത ദൈവവചനം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ആ ദൈവവചന കേൾവി എങ്ങനെയായിരിക്കും? ആ അരി അടപ്പത്ത് ആ കലത്തിനകത്തോട്ട് ഇടുമ്പോൾ സംഭവിക്കുന്നത് അരി നേരെ താഴോട്ടങ്ങ് പോകും. തിളച്ചു മറിയുന്ന വെള്ളത്തിന്റെ നേരെ താഴെ ചെല്ലും. 1-2 നിമിഷം അവിടെ കിടക്കും. എന്നാൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നത്? ആ വെള്ളം തുള്ളുന്നത് പോലെ തന്നെ ഈ അരിയും വെളിയിൽ കിടന്ന് തുള്ളാൻ തുടങ്ങും. ഇതാണ് ആത്മാവിന്റെ ശക്തിയിൽ ആരാധിച്ച് ദൈവവചനം സ്വീകരിക്കുന്ന ഒരു ദൈവവചനന്റെ അകം കത്തിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നതിന്റെ അർത്ഥം. ദൈവവചനം കേൾക്കുമ്പോൾ അവൻ മൗനമായിരിക്കത്തില്ല, ക്ഷീണിച്ചിരിക്കത്തില്ല. ആത്മാവിന്റെ ശക്തിയിൽ ആരാധിച്ച ദൈവത്തിന്റെ പൈതല്, ആത്മനിറവിൽ ആരാധിച്ചവൻ ഒരുക്കപ്പെട്ടവനാണ്. അവൻ ദൈവവചന കേൾവിയിൽ സന്തോഷിക്കും. ദൈവവചനം കേൾക്കുമ്പോഴൊക്കെ ആ കേൾവി ആത്മാവിന്റെ ശക്തിയോടെ അകത്തളത്തിൽ ആനന്ദമായി മാറുകയാണ്.
അതാണ് കുറച്ചു നേരം കഴിയുമ്പോൾ ചോറായി വെളിപ്പെടുന്നത്, ഭക്ഷണമായി വെളിപ്പെടുന്നത്. അത് കഴിച്ചിട്ട് പോകുമ്പോഴാണ് തൃപ്തി വെളിപ്പെടുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നത്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ദൈവസഭയിൽ വ്യാപരിക്കുന്നത് കുഞ്ഞെ അതുകൊണ്ട് ചെറിയ ഫീലിങ്സ് വരുത്തി അവസാനിപ്പിച്ചു പോകാനല്ല. ദൈവവചനം, ഒരുക്കപ്പെട്ട ദൈവവചനം, നിനക്കായി നിന്നെ തൃപ്തിപ്പെടുത്തുവാൻ ദൈവം തന്ന ദൈവവചനം, ആ ആത്മനിറവ് അനുഭവിക്കുന്നതിന്റെ അകത്തളത്തിൽ വീണ് അതൊരു അത്ഭുതമായി മാറണം. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഇന്ന് അനേക സഭകളിൽ ആരാധന കഴിയുമ്പോൾ ജനം ക്ഷീണിക്കുക. അത് കഴിഞ്ഞ് ദൈവവചനം ആർക്കോ വേണ്ടി പ്രസംഗിക്കുക. 10 മിനിറ്റ് സ്റ്റേജിൽ നിന്ന് ദേവദാസൻ അദ്ദേഹം ജോലി ചെയ്യുന്ന എന്തൊക്കെയോ പറയുന്നു, കേൾവിക്കാർ അവിടുന്ന് ടെസ്റ്റ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു, ചിലർ ഉറങ്ങുന്നു, ചിലർ ക്ഷീണിച്ച് തളർന്നിരിക്കുന്നു. പോകുമ്പോൾ പറയും ഹല്ലേലൂയ, ഭയങ്കര തലവേദന, കിട്ടിയൊരു തലവേദനയാ, ആരാധന കഴിയുമ്പോൾ കിട്ടിയ തലവേദനയാ. സന്തോഷം വെളിപ്പെടുന്നില്ല, തൃപ്തി വെളിപ്പെടുന്നില്ല. അതിന് കാര്യം ദൈവവചനത്തിന്റെ കുറവ്. ഇന്ന് പകൽ തെറ്റിദ്ധാരണകൾ മാറട്ടെ. പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ സാന്നിധ്യമായി വെളിപ്പെടുന്നത്, ശക്തിയായി വെളിപ്പെടുന്നത് ദൈവവചന കേൾവിക്കാണ്. കാരണം ദൈവവചന കേൾവി വെളിപ്പെടുന്നിടത്താണ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ആ കേട്ട ദൈവവചനത്തിൽ ഉറപ്പായി വെളിപ്പെടുന്നത്, ഉറപ്പിക്കുന്നത്. അങ്ങനെയാ പുസ്തകം പറയുന്നത്. ദൈവത്തിലെ പ്രസംഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ യെരൂശലേം സഭ there were a teaching and preaching church. അത് പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ചെയ്ത സഭയായിരുന്നു. ഇന്ന് സഭകളിൽ ഉപദേശമുണ്ടോ? പ്രസംഗവും ഉപദേശവും ഒരേപോലെ സഭയിലുണ്ടാകണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പ്രസംഗം എന്ന് പറയുന്നത് ജനത്തെ ദൈവസഭയിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സാണ്. ഇതിൽ ഉപദേശം എന്ന് പറയുന്നത് ദൈവസഭയ്ക്കകത്ത് വരുന്നവനെ പക്വതയിൽ വളർത്തുന്ന പ്രോസസ്സാണ്. അകത്തളത്തിൽ ആരാധനയ്ക്ക് കടന്നു വരുന്ന ദൈവസഭയിൽ കടന്നു വരുന്ന ദൈവജനം യേശുവിന്റെ ആ സ്വഭാവത്തിൽ വളരണമെങ്കിൽ, പക്വതയിൽ വളരണമെങ്കിൽ അവൻ ഉപദേശം പഠിച്ചുകൊണ്ടിരിക്കണം, ദൈവജനം പഠിച്ചുകൊണ്ടിരിക്കണം. മഹാനിയോഗം തന്നെ നമുക്കറിയാമല്ലോ, യേശു കർത്താവിന്റെ അന്ത്യനിയോഗം. മത്തായി സുവിശേഷം 28:19 നമ്മൾ വായിക്കുന്നത് എന്താ? ഭൂലോകം പാടും പോയി സകലരോട് സുവിശേഷം അറിയിക്കണം, പ്രസംഗിക്കണം. അങ്ങനെ വിശ്വസിച്ച് സ്നാനപ്പെടുന്നവരെ, സഭയിൽ കൊണ്ടുവരുന്നവരെ ഞാൻ നിങ്ങളോട് ഉപദേശിച്ചു തന്ന ഉപദേശമൊക്കെയും എന്ത് ചെയ്യണം? പഠിപ്പിച്ചവരെ ശിഷ്യന്മാരാക്കണം. അപ്പോ പ്രസംഗിക്കുമ്പോൾ അവർ സഭയിൽ വരും. സഭയിൽ വന്നാൽ പിന്നെ പണിയില്ലാതിരിക്കുകയല്ല. സഭയിൽ വന്നു കഴിഞ്ഞാൽ വിലാസന്മാർക്ക് പിന്നെ പണിയില്ല. പിന്നെ ആരാധനയും പാട്ടുമായിട്ടാണ് പോവുക. വന്നവനും ആരാധനയും പാട്ടുമായി പോവുക. അവൻ യേശുവിന്റെ പക്വതയിൽ വളരുന്നില്ല, യേശുവിന്റെ സ്വഭാവത്തോട് അനുഭവപ്പെടാകുന്നില്ല. എന്താ കാരണം? സഭയിൽ വരുന്നവരെ ഉപദേശം പഠിപ്പിച്ചുറപ്പിക്കുന്ന ഘടന ഇന്ന് സഭകൾക്കില്ല. ദൈവവിധിയിൽ സഭയുടെ ഗോൾ എന്ന് പറയുന്നത് ശിഷ്യരാക്കുക, വിശ്വാസികളിൽ ഏണറായിരിക്കണം, പഠിക്കുവാൻ താല്പര്യമുള്ളവരായിരിക്കണം. ദൈവദാസന്മാർ പ്രസംഗിക്കുന്നവർ മാത്രമല്ല, അവർ പഠിപ്പിക്കുന്നവരായിരിക്കണം, ടീച്ചറായിരിക്കണം, ടീച്ചറായിരിക്കണം. പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനുമുള്ള ക്രമീകരണം ദൈവസഭയിൽ ഉണ്ടായിരിക്കണം. ഞാൻ ആ ഭാഗം അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുക. അപ്പൊ ഒന്നാമത്തെ യെരൂശലേം സഭ ഒരു മോഡൽ ചർച്ചാണ്, ദേശത്തെ പിടിച്ചു വിളിക്കിയ സഭയാണ്. അതിന് കാരണം അവരുടെ ബാങ്ക് ബാലൻസോ, സൗണ്ട് സിസ്റ്റമോ, മ്യൂസിക് ഐറ്റംസോ, മ്യൂസിക് ടീമോ ഒന്നുമല്ല. പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ആ നിറവ് 7 തരത്തിലുള്ള ഗുണങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയി, ക്വാളിറ്റിയിലേക്ക് കൊണ്ടുപോയി. അതിലൊന്നാണ് ഇത് പ്രേയിങ് ആൻഡ് പ്രൈസിംഗ് ചർച്ച്. രണ്ടാമത് ഇത് ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് ചർച്ച്. ആ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആത്മാവ്. ഞാൻ മുമ്പേ പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് 120 പേരുടെ മേൽ വന്ന് അവരവർക്ക് ഉച്ചരിപ്പാൻ നൽകിയ ഭാഷകളിൽ അവർ സംസാരിച്ച് അന്യഭാഷ അടയാളത്തോടുകൂടി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ട ശേഷം ആദ്യം അവിടെ നടന്ന സംഭവം എന്ന് പറയുന്നത് ഒരു പ്രസംഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, 19 പ്രസംഗത്തിലെ ആദ്യത്തെ പ്രസംഗം നടന്നത് പരിശുദ്ധാത്മാവ് വരുന്നതിന് മുൻപ് ഒരു പ്രസംഗം നടന്നു, പത്രോസിന്റേത്. അത്
യൂദയ്ക്ക് പകരം ഒരുവനെ തെരഞ്ഞെടുക്കുവാൻ സങ്കീർത്തന ഭാഗം എടുത്തുകൊണ്ട് പത്രോസ് പ്രസംഗിച്ച പ്രസംഗമാണ്. എന്നാൽ ആത്മാവ് വന്ന ശേഷം നടന്ന ആദ്യത്തെ പ്രസംഗമാണ് ഇന്ന് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത്. 2-ാം അധ്യായം 14 മുതൽ 36 വരെയാണ് ആ പ്രസംഗം വെളിപ്പെട്ടു നിൽക്കുന്നത്. ശ്രദ്ധിക്കണമേ, പത്രോസിന്റെ ഒന്നാമത്തെ പ്രസംഗം നമ്മൾ ചിന്തിക്കാൻ പോകുക. ആത്മാവൻ വന്ന് ദൈവസഭയുടെ പരിശുദ്ധാത്മാവിനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആദിമ സഭയുടെ യെരൂശലേം സഭയുടെ ഒന്നാമത്തെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 14 മുതൽ 36 വരെയുള്ള വേദഭാഗമാണ്. ആ പ്രസംഗത്തിനൊരു പശ്ചാത്തലമുണ്ട്. ഇന്ന് പകൽ നമ്മളതൊന്ന് ചിന്തിക്കാൻ പോകുക. എന്താ പശ്ചാത്തലം? നമുക്കറിയാം, 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ എന്നോട് കേട്ട പിതാവിനോട് കേട്ട വാഗ്ദത്ത പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമെന്നുള്ള യേശുവിന്റെ ആഹ്വാനവും, 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ അങ്ങനെ കാത്തിരിക്കുന്ന നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷ്യം വഹിക്കുമെന്നുള്ള ദൈവത്തിന്റെ ആ നിയോഗ കൽപ്പന പ്രകാരം കാത്തിരുന്ന 120 പേരുടെ മേൽ 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെ നമ്മൾ വായിച്ചാൽ കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, അന്യഭാഷ അടയാളത്തോടുകൂടി അവർ ആത്മാവിനെ പ്രാപിച്ചു. ഈ ആത്മാവിന്റെ ആരാധന വെളിപ്പെട്ടപ്പോൾ യെരൂശലേമിൽ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ, ഉത്സവത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന 12 ഗോത്രത്തിൽപ്പെട്ട ഒരു വൻ യഹൂദന്മാരുടെ ഒരു വലിയ കൂട്ടം പെസഹ ആചരിപ്പാനും തുടർന്നുള്ള 50-ാം ദിവസമായ പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിപ്പാനും ഇവിടെ കടന്നുകൊണ്ടിരുന്നവരുണ്ട്. ശ്രദ്ധിക്കണമേ, ഇവിടെ ഒരു ഭാഗത്ത് 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ 120 പേർ ആരാധിക്കുമ്പോൾ, മറുഭാഗത്ത് പെസഹ കഴിഞ്ഞുള്ള 50-ാം ദിവസം പെന്തക്കോസ്ത് പെരുന്നാൾ ആചരണത്തിനു വേണ്ടി 12 ഗോത്രത്തിൽ നിന്നുള്ള യഹൂദന്മാരുടെ വലിയ കൂട്ടമുണ്ട്. 2-ാം അധ്യായം 10-ാം വാക്യം വായിച്ചാൽ യഹൂദന്മാർ മാത്രമല്ല ജാതികളിൽ നിന്നും യഹൂദമതം സ്വീകരിച്ചവരും വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ യെരൂശലേമിൽ നിൽക്കുമ്പോൾ ഈ ആരാധനയുടെ ശബ്ദം, അന്യഭാഷ നിറവതയോടുകൂടി ആത്മാവിന്റെ ആരാധനയുടെ ശബ്ദം കേട്ട് അവർ ഓടിക്കൂടുകയാണ്. ഈ പ്രസംഗത്തിന്റെ പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത്. 2-ാം അധ്യായം 5-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ അതിന്റെ പശ്ചാത്തലമാണ്. 15 കൂട്ടം ഭാഷക്കാരാണ് ഓടിക്കൂടിയത്. 12 ഗോത്രത്തിലുള്ള യഹൂദന്മാരും ജാതികളിൽ നിന്ന് യഹൂദ മതത്തിലേക്ക് വന്നവരുമായ വലിയ കൂട്ടം. അവരെ കുറിച്ച് പറയുന്നത് 15 കൂട്ടം ഭാഷക്കാരെന്നാണ്. 2-ാം അധ്യായം 8-ാം വാക്യം മുതൽ ഏതാണ്ട് 12-ാം വാക്യം വരെ വായിച്ചാൽ ആ ഭാഷക്കാരുടെ പേര് പറയുന്നുണ്ട്. പർത്യരും, മേദ്യരും, എലോമ്യരും, മെസപ്പൊത്തോമ്യരും, യഹൂദ്യരും, കപ്പദോക്യരും, ബെന്തോസ്യരും, ആസ്യരും, ഫ്രിഗ്യരും, പമ്പുല്യരും, മിസ്രൈമ്യരും, ഗുണനക്കാർ ചെന്ന ലഭ്യപ്രദേശക്കാർ പാർക്കുന്നവരും, റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും, യഹൂദന്മാരും, യഹൂദ മതാനുസരികളും, ക്രേത്തരും, അറബിക്കാരും, ഇങ്ങനെ 15 കൂട്ടം ഭാഷക്കാര്. ശ്രദ്ധിക്കണേ, 15 കൂട്ടം ഭാഷക്കാരാണ് ഇപ്പോൾ അന്യഭാഷ ആരാധന ചെയ്യുന്ന ആ കൂട്ടത്തിന്റെ അടുക്കലേക്ക് ഓടി വന്നത്. ഈ വന്ന കൂട്ടർ 2 ഗ്രൂപ്പായി മാറി. ഈ ആത്മീയ ആരാധന കണ്ടവർ 2 ഗ്രൂപ്പായി മാറി. ഒരു കൂട്ടർ വിസ്മയിക്കുക, അന്തം വരിക, അത്ഭുതം വരിക. കാര്യമെന്താ? 15 ഭാഷക്കാരാണ് ഭാഷക്കാരായി കണ്ടു നിൽക്കുന്നത്. അവർ തമ്മിൽ പറയുന്നു, ഈ ഗലീലക്കാർ നമ്മുടെ ഭാഷയിൽ സംസാരിക്കുന്നു, ഗലീലക്കാർ നമ്മുടെ ഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവർ അത്ഭുതം കൂടുക. കാര്യമെന്താ? 15 ഭാഷക്കാർ പലയിടങ്ങളിൽ നിന്ന് വന്നവർ ഇപ്പോൾ ഇതാ യെരൂശലേമിലുള്ള ഗലീലയിലുള്ളവർ 120 പേര് ഈ 15 ഭാഷകൾ സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കൂട്ടര് വിസ്മയിച്ചു, അന്തം വിട്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്നു. എന്നാൽ മറുകൂട്ടര്, 2-ാമത്തെ കൂട്ടര് കളിയാക്കുന്നു. അവർ പറയുന്നത് എന്താ? ഇവര് പുതുവിഞ്ഞ് കുടിച്ചിട്ട് എന്തൊക്കെയോ വിളമ്പുന്നു. ഇങ്ങനെ കളിയാക്കുന്ന ഒരു ഗ്രൂപ്പും 15 ഭാഷയിൽ അന്യഭാഷ അടയാളത്തോടുകൂടി സംസാരിക്കുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്ന ഒരു ഗ്രൂപ്പും. ഇവരുടെ നടുവിൽ ഇവരുടെ തെറ്റിദ്ധാരണ മാറ്റുവാൻ, അത്ഭുതം കൂടി നിൽക്കുന്നവർക്ക് അത്ഭുതത്തിന് പിൻപിലുള്ള രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടും, കളിയാക്കുന്നവർക്ക് കളിയാക്കണ്ട ഇത് കാര്യമാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടും ആത്മാവ് പത്രോസിനെ എഴുന്നേൽപ്പിക്കുകയാണ്. അങ്ങനെ എഴുന്നേറ്റ് താൻ സംസാരിക്കുന്ന ഇവർക്കുള്ള മറുപടിയാണ്
പുതിയ നിയമസഭയുടെ ഒന്നാമത്തെ പ്രസംഗം. അപ്പൊ മനസ്സിലായല്ലോ, പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിച്ചതല്ല, സ്റ്റേജ് കിട്ടിയത് കൊണ്ട് പ്രസംഗിച്ചതല്ല, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ പ്രസംഗിക്കുകയാ. ഇന്ന് പകലിൽ ദൈവാത്മാവിൽ ഞാനൊരു ദൂത് പറയാം. പ്രസംഗം അതിന്റെ ശക്തി വെളിപ്പെടണമെങ്കിൽ ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കണം. സ്റ്റേജ് പിടിച്ചടക്കി പ്രസംഗിച്ചത് കൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. സ്റ്റേജ് കിട്ടാൻ വേണ്ടി പ്രസംഗിച്ചത് കൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ആത്മനിറവിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. ഇവിടെ ഇതാ സാഹചര്യം ആത്മാവ് ചലിക്കാൻ തുടങ്ങിയപ്പോൾ പത്രോസ് കൂടെ ചലിക്കാൻ തയ്യാറായി. ആരും വിളിച്ച് സ്റ്റേജക്കെത്തിയതല്ല കേട്ടോ, ആരും നിർബന്ധിച്ച് പ്രസംഗിപ്പിച്ചതല്ല, പ്രസംഗിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് വന്നതുമല്ല. ആത്മാവ് ചലിക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ ആത്മാവിനോടൊപ്പം ചലിക്കുവാൻ പത്രോസ് തയ്യാറായി. ഇന്ന് പകലൊരു ദൂത് പഠനകേൾവിയുടെ ഇടയ്ക്ക് ഞാൻ പറയട്ടെ, ആത്മാവിന്റെ അന്തരീക്ഷം വെളിപ്പെടുന്നിടത്ത് നീയും ചലിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ നടക്കും. ദൈവം ആത്മാവ് ചലിക്കുന്നു എന്ന് മനസ്സിലായാൽ നിന്റെ അധരം തൊട്ട് നീ ഇരിക്കരുത്. സേ സംതിങ്, നിന്റെ അധരം ചലിക്കട്ടെ, നീ പറ. ആത്മാവിനനുസരിച്ച് നിന്റെ സംസാരം വെളിപ്പെടട്ടെ, ആത്മാവിനനുസരിച്ച് നിന്റെ കരം ചലിക്കട്ടെ. അവിടെ അത്ഭുതം നടക്കും. ആത്മാവ് ഉള്ളതുകൊണ്ട് അത്ഭുതം നടക്കത്തില്ല. ആത്മാവ് ഉള്ളിടത്ത് അതിനനുസരിച്ച് ചലിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ നടക്കും. ഇവിടെ ഇത് ആദ്യത്തെ അത്ഭുതം അവിടെ നടക്കാൻ പോകുക. ആത്മാവ് ചലിക്കാൻ തുടങ്ങിയപ്പോൾ വിസ്മയം കൊണ്ട് നിന്നവർക്ക് വിസ്മയിപ്പിക്കുവാനുള്ള ഒരു മറുപടിയും, കളിയാക്കുന്നവർക്ക് കളിയല്ല കാര്യമാണെന്ന് വെളിപ്പെടുത്തുവാനുള്ള ദൈവപ്രവൃത്തിയുമായി ഇതാ പത്രോസ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, പത്രോസ് എഴുന്നേറ്റ് നിന്നപ്പോൾ പത്രോസ് മാത്രമായിട്ട് വന്നില്ല, പിന്നെയോ ബാക്കി 11 പേരും സപ്പോർട്ടായിട്ട് എഴുന്നേൽക്കുകയാണ്. ദൈവത്തിലെ ഇതാണ് സഭയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. ഒരുവൻ ആത്മാവിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർ അവനെ സപ്പോർട്ട് ചെയ്യുക, അവന് പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യുക. ഇവിടെയാണ് അത്ഭുതങ്ങൾ ജയം നടക്കുന്നത്. നമുക്കറിയാം, മരുഭൂമിയിലെ സഭയിൽ എപ്പോഴും നടന്നത് തന്നെയാണ്. യോശുവ താഴ്വരയിൽ യുദ്ധം ചെയ്യുമ്പോൾ മോശ പർവ്വതത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ വടിയും ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. പുസ്തകം എന്താ പറയുന്നത്? യുദ്ധം ചെയ്തതുകൊണ്ടല്ല ജയമുണ്ടായത്, പിന്നെയോ മോശയുടെ കരം ഉയർന്നു നിന്നതുകൊണ്ടാണ് ജയമുണ്ടായത്. ഇന്ന് പകൽ പറയട്ടെ, ദൈവപ്രവർത്തിക്ക് കൂട്ടുനിൽക്കുവാൻ നീ തയ്യാറായാൽ താഴ്വരകൾ ജയമുണ്ടായി മാറും. ദൈവപ്രവർത്തിക്ക് ദൈവദാസീദാസന്മാരെ നമ്മൾ കൂട്ടുനിൽക്കുവാൻ തയ്യാറായാൽ താഴ്വരകൾ ജയമായി മാറും, കുടുംബങ്ങൾ ജയമായി മാറും, തലമുറകൾ ജയമായി മാറും, സഭകൾ ജയമായി മാറും, ദേശങ്ങൾ ജയമായി മാറും. ഇന്ന് ഒരുവൻ എഴുന്നേറ്റാൽ അവനെ ഇരുത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഒരുവനെ ദൈവം ഉയർത്തിയാൽ അവനെ താഴ്ത്തുവാൻ പ്രതികൾ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. എങ്ങനെ ദൈവപ്രവൃത്തി വെളിപ്പെടും? ഇന്ന് പകൽ ഈ ദൈവവചന കേൾവി നമ്മുടെ ഹൃദയത്തിനകത്ത് രൂപാന്തരം വരുത്തട്ടെ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ദൈവവചനം പറയുമ്പോൾ ദൈവനാമത്തിൽ പ്രവർത്തിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുവാൻ ദൈവദാസീദാസന്മാർ തയ്യാറാകണം. അവരുടെ പിൻപിൽ നിന്ന് അവർക്ക് ബലം കൊടുക്കുവാൻ ദൈവദാസീദാസന്മാർ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിലെ പ്രസംഗം കഴിയുമ്പോൾ ഒരു 3000 അകത്ത് വരും. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ വചനം പഠിച്ച് ചുമ്മാതൊരു പ്രസംഗം കേട്ടുപോകുന്നവരായിരിക്കരുത്. ഈ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് പതിയണം. അടുത്തുള്ളവരെ മാറ്റുവാൻ നിനക്ക് കഴിയത്തില്ലെങ്കിലും ഭാരപ്പെടേണ്ട, നീ മാറ്. വചനപ്രകാരം നീ ചേഞ്ച് ആയാൽ നിന്റെ അനുസരിക്കുന്ന ഒന്നാളെ ചേഞ്ചായി മാറും. നിന്റെ സഭയ്ക്ക് മാറ്റമുണ്ടാകും. ഈ ദിവസങ്ങളിൽ പ്രസംഗിക്കുവാൻ മുൻപിൽ വരുന്നവനെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുവാൻ ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഇവിടെ ഇതാ കളിയാക്കുന്നവർക്ക് മറുപടി. അവിടെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ദൈവത്തിന് വളരെ വളരെ ശാന്തമായിട്ടും വളരെ സ്ലോ ആയിട്ടുമാണ് നമ്മൾ പോകുന്നത്. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം. ഇവിടെ അമ്പരന്ന് നിന്നവർ ഈ അന്യഭാഷ അടയാളത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ട് 15 ഭാഷകൾ സംസാരിക്കുന്നു. താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി എല്ലാവരും പരിഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുവൻ ജനിച്ച് നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? കണ്ടോ? അത് പറയുന്നൊരു കാര്യമുണ്ട്.
15 കൂട്ടം ഭാഷക്കാരും പറയുന്ന കാര്യമുണ്ട്. ഇവർ ഗലീലക്കാരല്ലോ. അപ്പൊ ഗലീലയെ കുറിച്ച് ഒന്ന് ചിന്തിക്കാതെ പോകുന്നത് നല്ലതല്ലല്ലോ. കാരണം ഒരു അവഗണനയോട്, ഒരു അവജ്ഞയോട് അവർ പറഞ്ഞത് ഇവർ ഗലീലക്കാരല്ലേ, പിന്നെ നമ്മുടെ ഭാഷയിൽ ഇവരെങ്ങനെ സംസാരിക്കുന്നേ? അതൊരു അവജ്ഞയോട് പറഞ്ഞ സംസാരമല്ലേ? ഗലീലക്കാരെന്ന് വിളിച്ചത് ഒരു അവഗണനയോടല്ലേ? അപ്പൊ നമ്മൾ ആ ഗലീലയെ കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഈ ദൈവവചന പഠനം ഓരോ വീടായിട്ട് വെച്ചെടുത്ത് പഠിക്കുന്ന ഒരു പഠനമല്ല. തിരിച്ചറിയേണ്ട ചില കാര്യങ്ങൾ, മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങൾ ദൈവാത്മാവ് എന്നിൽ വെളിപ്പെടുത്തിയത് നിങ്ങൾ വെളിപ്പെടുത്തി തരിക എന്നുള്ളൊരു കടമ മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ ദൈവവചന പഠന കേൾവിയോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ ആത്മീയ ദൂതുകൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഞാൻ ആത്മാവിൽ സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് പ്രവചന ദൂത് നിങ്ങളുടെ മേൽ വെളിപ്പെടും. അതിനുള്ള സ്വാതന്ത്ര്യം കൃപയാൽ ഈ പ്രളയം നടത്തുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ വർഗീസ് വന്നിട്ടുണ്ട്. ഇത് വാക്കുകൾ എടുത്തൊരു ബൈബിൾ സ്കൂൾ സ്റ്റഡിയല്ല. കാരണം ബൈബിൾ സ്കൂൾ സ്റ്റഡി അതല്ല നമുക്ക് ആവശ്യമില്ല. ഈ ദിവസങ്ങൾ നമുക്ക് ആവശ്യം അറിയേണ്ടത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആത്മാവ് നമ്മളോട് പറയുവാനുള്ള ദൂത് അത് അറിഞ്ഞനുഭവിച്ച് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് ക്രമീകരണം വരുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആത്മീയ ദൂത് തുടർന്നുള്ള സമയം സംസാരിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ നിങ്ങൾ കണ്ടോ, ഗലീലക്കാരെ അവഗണനയോടെയാണ് അവർ സംബോധന ചെയ്തത്. ഇവർ ഗലീലക്കാരല്ലേ, പിന്നെ എങ്ങനെ അവർ നമ്മുടെ ഭാഷയിൽ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ അത്ര വലിയ ഗുണമുള്ള ആളുകളായിട്ട് അവർ ചിത്രീകരിച്ചിട്ടില്ല ഗലീലക്കാരെ. ഇന്ന് പകൽ ഗലീല എന്നുള്ള വിഷയം ഒന്ന് തൊട്ട് ഒരു പ്രവചന ദൂരുകളെന്ന് പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, സുരക്ഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്താ ഈ ഗലീല? നമുക്കറിയാം, ഇസ്രായേലിന് വടക്കുള്ള 20 ചെറിയ പട്ടണങ്ങൾ അടങ്ങിയ ഒരു ദേശമാണ് ഗലീല എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണമേ, ഇസ്രായേൽ ദേശത്തിന് വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 20 പരം ചെറിയ പട്ടണങ്ങൾ അടങ്ങിയ ഒരു ദേശമാണ് ഗലീല. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ ഈ ഗലീലയെ ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ ഈ ഗലീല ഉൾപ്പെടെയുള്ള ഇസ്രായേലിനെ ഭരിച്ചിരുന്നത് ആരായിരുന്നറിയാമോ? ശലോമോൻ എന്ന് പറയുന്ന ദൈവത്താൽ ജ്ഞാനം പ്രാപിച്ച ലോകത്തെ ഏറ്റവും വലിയ ജ്ഞാനിയായ രാജാവായി ലോകത്തെ ഭരിച്ച ശലോമോനാണ് ഈ ഇസ്രായേൽ അല്ലെങ്കിൽ ഗലീല അടങ്ങിയ ഇസ്രായേലിനെ ഭരിച്ചത്. അപ്പൊ ശ്രദ്ധിക്കണം, ഇസ്രായേലിന് വടക്കുള്ള 20 ചെറിയ പട്ടണങ്ങൾ അടങ്ങിയ ഒരു ദേശമാണ് ഗലീല. ആ ഗലീലയെ ഒരു കാലത്ത് ഭരിച്ചിരുന്നത് ഇസ്രായേലിന്മേൽ അധികാരമുണ്ടായിരുന്ന, വാണിരുന്ന, ദൈവത്തിൽ നിന്ന് ജ്ഞാനം പിടിച്ചു വാങ്ങി ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനം പിടിച്ചെടുത്ത ആ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാണ് ആ പട്ടണത്തെ ഭരിച്ചത്, ആ ദേശത്തെ ഭരിച്ചത്. എന്നാൽ സംഭവിച്ച കാര്യം, ശലോമോന്റെ ജ്ഞാനം കൊണ്ട് ഈ ഗലീലയെ നന്നാക്കാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ളതെല്ലാം നന്നായെങ്കിലും ഗലീല നന്നായില്ല. അതെങ്ങനെ അറിയാം? യെശയ്യാ പ്രവചനത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം വായിച്ചാൽ ഗലീലയെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? ജാതികളുടെ ഗലീല. ഗലീലയുടെ ഒന്നാമത്തെ ഒരു ഗുണം അത് ജാതികളുടെ ഗലീലയാണ്. രണ്ടാമത് ഇരുട്ടിലിരിക്കുന്ന ഗലീലയാണ്. 3 മരണത്തിന്റെ നിഴലുള്ള ഗലീലയാണ്. ശലോമോന് കഴിയാത്തതിന് കാരണം മനസ്സിലായോ? ശലോമോന്റെ ജ്ഞാനത്തിന് ഗലീലയെ രക്ഷിക്കാൻ കഴിയാത്തതിന് കാരണം അത് ജാതികളുടെ ഗലീലയാണ്. അത് ഇരുട്ടിൽ പരന്നു കിടക്കുന്ന ഗലീലയാണ്. 3ാമത് അത് മരണനിഴൽ പിടിച്ചു കിടക്കുന്ന ഗലീലയാണ്. എന്താ ഇതിന്റെ അർത്ഥം? സത്യാരാധന വെളിപ്പെടാത്ത ഇടമാണെന്നാണ് 1ാമത് പറഞ്ഞതിന്റെ അർത്ഥം. ജാതികളുടെ ഗലീല, അന്യാരാധന, വിഗ്രഹാരാധന വെളിപ്പെട്ടു നിൽക്കുന്ന സ്ഥലം. അന്യാരാധന വെളിപ്പെട്ടു നിൽക്കുന്ന സ്ഥലം. എത്ര ആരാധിച്ചാലും ദൈവശക്തി ഇറങ്ങി വരാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലം, സത്യാരാധന വെളിപ്പെടാത്ത സ്ഥലം. ചില ഭവനങ്ങളെയൊക്കെ ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാര് കടന്നു ചെല്ലുമ്പോൾ വീട് വലുതാ, പക്ഷെ അകത്ത് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. ചില വീടുകളിലൊക്കെ ആരാധനയ്ക്കായി കടന്നു ചെന്നാൽ എത്ര പാട്ട് പാടിയാലും തൊണ്ടയിൽ നിന്ന് പുറത്തോട്ട് വരത്തില്ല.
കാര്യമെന്താ? അവളെ സത്യാരാധന വെളിപ്പെടുന്നില്ല. കാരണം അവിടെ വ്യാപരിക്കുന്നത് വേറൊരു ശക്തിയില്ല. ഇതേപോലെ അന്യാരാധന വെളിപ്പെട്ട് നിൽക്കുന്ന സ്ഥലമായിരുന്നു ഗലീല. 2, അന്യാരാധന വെളിപ്പെട്ട് നിന്നാൽ തന്നെ നമുക്കറിയാമല്ലോ അവിടെ വെളിച്ചമുണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ അടുത്ത വാക്ക് ശരിയാണ്, ഇരുട്ട് വരഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് ഗലീല. ഇന്ന് പകൽ ഞാനൊരു ആത്മീയ ദൂതിലേക്ക് വരാൻ പോവാ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, നിന്റെ ഭവനത്തിനകത്ത് ഇരുട്ട് വെളിപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, വെളിച്ചം വെളിപ്പെടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, സമാധാനവും സന്തോഷവും സ്വസ്ഥതയും സൗഖ്യവും ഒന്നും നിന്റെ ജീവിത അനുഭവങ്ങളിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാരണം കണ്ടെത്താൻ ഓടിപ്പോകണ്ട. ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, സത്യാരാധന വെളിപ്പെടാത്തത് കൊണ്ടാ. അന്യമായ ശക്തികൾ ഭവനത്തിനകത്ത്, കുടുംബ ജീവിതത്തിനകത്ത്, തലമുറയ്ക്കകത്ത് വാഴുന്നത് കൊണ്ടാണ് അതിൽ ഇരുട്ട് വെളിപ്പെട്ട് നിൽക്കുന്നത്. 1, അന്യാരാധന വെളിപ്പെട്ട് നിൽക്കുന്ന ദേശം. 2, ഇരുട്ട് പരന്നു കിടക്കുന്ന ദേശം. അതുകൊണ്ട് തന്നെ 3 പറഞ്ഞത് യാതൊരു അത്ഭുതവുമില്ല. എന്താ? നിഴലിന്റെ കീഴിൽ കിടക്കുക. മരണനിഴല. ജീവിക്കണമെന്ന് താല്പര്യമില്ല, മരിച്ചാൽ മതി, ജീവിതം കയ്പ, തലമുറ നഷ്ടപ്പെട്ടിട്ടും പ്രതികരിക്കാൻ കഴിയത്തില്ല, മരണത്തെ കുറിച്ച് ചിന്തയാ. നോക്കിയാട്ടെ, ഈ ഗലീലയെ നന്നാക്കുവാൻ ശലോമോന്റെ ജ്ഞാനത്തിന് കഴിഞ്ഞില്ല. ഇന്ന് പകലൊരു ദൂത് ഞാൻ പറയട്ടെ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന്, ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച ശലോമോന് 20 പട്ടണങ്ങളടങ്ങിയ ഗലീലയെ നന്നാക്കാൻ കഴിയാത്തതിന് കാരണം എന്താണെന്നറിയാമോ? ജ്ഞാനം കൊണ്ട് ജാതീയ ശക്തികളെ തുരത്താൻ പറ്റത്തില്ല, അന്യാരാധന ശക്തികളെ മാറ്റാൻ പറ്റില്ല, ജ്ഞാനം കൊണ്ട് സത്യാരാധന വെളിപ്പെടുത്താൻ പറ്റില്ല, ജ്ഞാനം കൊണ്ട് ഇരുട്ട് മാറ്റാൻ പറ്റില്ല, ജ്ഞാനം കൊണ്ട് മരണത്തെ മാറ്റാൻ പറ്റില്ല. തിരിച്ചറിഞ്ഞു വെച്ചിട്ടവരുടെ നിന്റെ പഠനം പഠിച്ചതുകൊണ്ട് അറിയ സത്യാരാധന വെളിപ്പെടുത്താൻ പറ്റില്ല. അന്യാരാധന ശക്തികളെ നിന്റെ മേൽന്നോ, നിന്റെ കുടുംബത്തിന് മേൽന്നോ, നിന്റെ തലമുറകളെ മേൽന്നോ തൂത്തെറിയാൻ പറ്റത്തില്ല. ജ്ഞാനം കൊണ്ട് അന്യാരാധന ശക്തികളെ മാറ്റാൻ പറ്റത്തില്ല. ജ്ഞാനം കൊണ്ട് നിന്റെ ഭവനത്തിൽ ഇരുട്ട് മാറ്റാൻ പറ്റത്തില്ല, നിന്റെ സഭയിൽ ഇരുട്ട് മാറ്റാൻ പറ്റത്തില്ല. അറിവ് ആവശ്യമാണ്, അറിയേണ്ടതെല്ലാം അറിയണം, പഠിപ്പ് ആവശ്യമാണ്, പഠിക്കേണ്ടതെല്ലാം പഠിക്കണം. പക്ഷെ തിരിച്ചറിയണം, ജ്ഞാനത്തിന് അന്യാരാധന ശക്തികളെ, മന്ത്രവാദ ശക്തികളെ, ആഭിചാര ശക്തികളെ, ദുഷ്ടദുർഭൂത ശക്തികളെ മാറ്റാൻ പറ്റില്ല. മരണത്തെ മാറ്റാൻ ജ്ഞാനത്തിന് പറ്റത്തില്ല. ശലോമോൻ പരാജയപ്പെട്ടു. ശലോമോന്റെ ജ്ഞാനത്തിന് അന്യാരാധന ശക്തികളെ മാറ്റുവാൻ പറ്റിയില്ല. ശലോമോന്റെ ജ്ഞാനത്തിന് ആ ഗലീലാദേശത്തെ ഇരുട്ട് മാറ്റുവാൻ പറ്റിയില്ല. ശലോമോന്റെ ജ്ഞാനത്തിന് മരണത്തിന്റെ വേരുകളെ പിടിതെറിയുവാൻ പറ്റിയില്ല. ഇങ്ങനെ ആ ദേശത്തെ ആ 20 പട്ടണങ്ങളടങ്ങിയ ഗലീലയെ ശലോമോൻ അവഗണിച്ചു. അതൊരു മൂലയ്ക്ക് ഇങ്ങനെ കിടക്കുക. അത് നന്നാവുകയില്ല, ആവുന്ന നോക്കി നന്നാവുകയില്ല. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാവുന്ന, ഒത്തിരി പേരെ നമുക്കറിയാവില്ല നന്നാവാത്തത്. നന്നാവുകയില്ല, മാറ്റിവെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശലോമോനൊരാഗ്രഹം, ദൈവത്തിനൊരാലയം പണിയണം. അവന്റെ അപ്പൻ ആഗ്രഹിച്ച കാര്യമാ. ദാവീദ് ഒരിക്കൽ ആഗ്രഹിച്ചു, പക്ഷെ പണിയാൻ ദൈവം സമ്മതിച്ചില്ല. അന്ന് ഒരു വാഗ്ദത്തം പറഞ്ഞു, നീ പണിയത്തില്ല, പക്ഷെ നിന്റെ തലമുറ പണിയും. ഇതാ തലമുറയുടെ കാലം വന്നു. ശലോമോന്റെ കാലം വന്നപ്പോൾ ജ്ഞാനിയായ ശലോമോൻ ആലയം പണിയുവാൻ ആഗ്രഹിച്ചു. ദൈവത്തോട് അനുവാദം ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, പക്ഷെ പണിയുന്നത് നിന്റെ ജ്ഞാനം കൊണ്ടായിരിക്കരുത്. പണിയുന്നത് ഞാൻ പറയുന്ന അളവും, ഞാൻ പറയുന്ന തൂക്കത്തിലും, ഞാൻ പറയുന്ന ഉപകരണത്തിലും, ഞാൻ പറയുന്ന ആളിനെയും വെച്ച് പണിയണം. ഇവിടെയും ഒരു ആത്മീയ ദൂത എന്നെ കേൾക്കുന്ന ദൈവക്കളുടെ പറയുവാൻ ദൈവത്തിന്റെ ആത്മാവിന് താല്പര്യമുണ്ട്. ഇന്ന് അനേക ആലയം പണിയുന്നത് അവരവരുടെ ജ്ഞാനം വെച്ചുകൊണ്ടാ. അവരവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ആലയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. എന്റെ താല്പര്യത്തിനനുസരിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ ആലയം പണിയും. കമ്മിറ്റിക്കാരുടെ തീരുമാനമനുസരിച്ച് ആലയം പണിയും. അച്ചാരന്മാരുടെ തീരുമാനമനുസരിച്ച് ആലയം പണിയും. ഞാൻ പറയുന്നത് ചെയ്താൽ മതി. എത്രയോ ശബ്ദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ജ്ഞാനിയായ അല്ല, ദൈവം പ്രാർത്ഥിച്ച് പിടിച്ചു വാങ്ങിച്ച് ജ്ഞാനം, അല്ലെങ്കിൽ ദൈവം പകർന്നു കൊടുത്ത ജ്ഞാനം ശലോമോന്റെ മേൽ ഇരിക്കെ എന്റെ ദൈവം പറയുക, ആ ജ്ഞാനം കൊണ്ട് നീ പറഞ്ഞാൽ ഞാനതിലൊന്നും അർപ്പിക്കത്തില്ല. ഞാൻ പറയുന്ന അളവിലും തൂക്കത്തിലും, ഞാൻ
കണ്ടോ ദൈവവിതരെ? ഇന്ന് ഞാൻ പണിയും, ഞാനാ പണിയുന്നത്, എന്തിനാ എന്നൊക്കെ പറയുന്നത് തമ്പുരാൻ തരുമോ? അങ്ങനെ കാണാൻ വരുമാനില്ലെങ്കിൽ ശലോമോൻ പണിയെടുത്ത് തന്നേനെ. ശലോമോന്റെ ഇഷ്ടപ്രകാരം പണിയാൻ ദൈവം അനുവദിച്ചേനെ. ദൈവം കൊടുത്ത ജ്ഞാനം കൊണ്ടുപോലും ആ ദൈവം വസിക്കാനുള്ള ആലയം പണിയാൻ ദൈവം ശലോമോനെ അനുവദിച്ചില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനോട് കിടപിടിക്കുന്ന ഒരു ജ്ഞാനവും നമുക്കാർക്കുമില്ല. എന്നിട്ടും നമ്മൾ പണിയുമെന്ന് പറഞ്ഞ് ഞാൻ പണിഞ്ഞു, എന്റെ ബുദ്ധി കൊണ്ട് പണിഞ്ഞു എന്നൊക്കെ പറയുന്നിടത്ത് തമ്പുരാൻ വരുമോ? ഇന്ന് പകൽ ആലയത്തോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവെന്ന് ദൂത് പറയുക. എന്റെയും നിന്റെയും മിടുക്ക് കാണിക്കാനുള്ള സ്ഥലമല്ല ദൈവത്തിന്റെ ആലയം. അത് ദൈവത്തിന്റെ വ്യവസ്ഥപ്രകാരം അനുഭവിക്കാനുള്ള ഒരു അനുഭവമാണ് ആരാധനാലയം. ഞാനെന്നുള്ള ഭാവം വെളിപ്പെടുത്തി ഞാൻ ആഗ്രഹിച്ചത് മുഴുവൻ നടത്തി കാണിക്കാനുള്ള ഒരു നടത്തിപ്പ് കേന്ദ്രമല്ല ദൈവത്തിന്റെ ആലയം. അത് ദൈവവചനപ്രകാരം ദൈവവ്യവസ്ഥപ്രകാരം ഉപദേശത്തിൽ നിന്നുകൊണ്ട് ദൈവാത്മാവിന്റെ അനുസരണത്തിൽ വെളിപ്പെടുത്തേണ്ട അല്ലിയ ദൈവത്തിന്റെ പ്രാർത്ഥനാലയമാണ് ദൈവത്തിന്റെ ആലയം. ഇവിടെ ശലോമോനോട് പറയുന്നു, ആഗ്രഹം നല്ലതാ, പക്ഷേ എങ്ങനെ പണിയണം, ആര് പണിയണം, എന്തുകൊണ്ട് പണിയണമെന്നൊക്കെ ഞാൻ പറയാം. അതും പ്രകാരം പണിയണം. ശലോമോൻ സമ്മതിച്ചു. അങ്ങനെ പണിയാൻ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഇത് പണിയേണ്ടത്, ആലയം പണിയേണ്ടത് ഏത് വിഷയം കൊണ്ടാണെന്ന് അറിയാമോ? ആലയം പണിയേണ്ടത് ദേവദാരു കൊണ്ട് പണിയണം. മനസ്സിലായോ? ആലയം എന്തുകൊണ്ട് പണിയണം? ആലയം ദേവദാരുവും സർവവൃക്ഷവും കൊണ്ട് പണിയണം. അയ്യോ, അതിനേക്കാൾ നല്ല വൃക്ഷങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ. പറ്റത്തില്ല, ദൈവം പറഞ്ഞതുകൊണ്ട് തന്നെ പണിയണം. അതിനേക്കാൾ നല്ലത് നിന്റെ കയ്യിൽ ഉണ്ടായേക്കാം, എന്നാൽ ദൈവം പറഞ്ഞതുകൊണ്ട് പണിയണം. ഇത് പണ്ട് മോശയോട് ദൈവം പറഞ്ഞു, നിങ്ങളുടെ നടുവിൽ വസിക്കുവാൻ എനിക്ക് നിങ്ങളൊരു ആലയം പണിയണം. അന്നൊരു ദൈവം പറഞ്ഞു, ഏത് വൃക്ഷം എടുക്കണമെന്ന് അറിയാമോ? അന്ന് പറഞ്ഞത് കതിരമരം കൊണ്ട് പണിയണമെന്നാ. കതിരമരം. ലോകത്ത് ബുദ്ധിയുള്ള ഒരൊറ്റ മനുഷ്യനും ഒരു ചെറിയ സ്റ്റോറൂം പണിയാൻ പോലും കതിരമരം ഉപയോഗിക്കത്തില്ല. കാരണം അത് മുള്ളുള്ള മരമാ, ആരുള്ള മരമാ, കറയുള്ള മരമാ, കറുത്ത ഒരു കറുപ്പ് മരമാ. ഒരു കുഞ്ഞും അതെടുക്കുകയില്ല. എന്നാൽ ദൈവം എടുത്തത് അതാണ്, എടുപ്പിച്ചത് അതാ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ദൈവത്തിന്റെ പ്രവൃത്തി. നമ്മുടെ വഴിയോ നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ. ദൈവം ഒന്ന് കാര്യം ചെയ്താൽ അതിനു മുൻപിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മളെ സംബന്ധിച്ചോളം ദൈവവചനത്തെ അനുസരിക്കുക എന്നുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. ബുദ്ധി കൊണ്ട് ദൈവവചനത്തെ അലക്കല്ലേ. ഇവിടെ ഇതാ ദൈവം പറയുകയാണ്, ശലോമോനോട് പറയുകയാണ്, എനിക്ക് ദേവദാരു കൊണ്ടും സർവവൃക്ഷം കൊണ്ടും ആലയം പറഞ്ഞാൽ മതി. ശലോമോൻ നോക്കിയപ്പോൾ ദേവദാരു അവിടെ ഇല്ല. അവന്റെ സ്ഥലത്ത് ഇസ്രായേലിൽ ദേവദാരു ഇല്ല. അത് വെട്ടുവാനുള്ള അതിന്റെ പണിക്കാരുമില്ല. പക്ഷേ ശലോമോൻ ആലയം പണിയാൻ ആരംഭിച്ചു. കാരണം അവനറിയാം, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അസാധ്യമാണെങ്കിലും അത് സാധ്യമാകും. അനുസരിച്ചാൽ മതി. ഇന്ന് മകൾ അതിനകത്തൊരു ദൂത് പറയാം. ഇന്ന് മകൾ ദൈവത്തിന്റെ വഴിയിലെ ദൈവം ഒരു കാര്യം നിന്നോട് പറഞ്ഞാൽ നിന്റെ മുൻപിൽ അത് വെളിപ്പെട്ട് കാണുന്നില്ലെങ്കിലും നീ അതിനെ അനുസരിക്കാൻ തയ്യാറായാൽ വെളിപ്പെടുത്തി തരുവാൻ വെളിപ്പെടുത്തിയാൻ തയ്യാറാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ മരം കിട്ടിയിട്ട് ഞാൻ പറയത്തുള്ളൂ പറഞ്ഞാൽ നടക്കത്തില്ല. നീ ബാക്കി കാര്യങ്ങൾ അടിച്ചടക്കുന്ന കാര്യങ്ങൾ നീ ക്രമീകരിച്ചാൽ ദൈവം പറഞ്ഞ മരം നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊണ്ടുവരുവാൻ ദൈവം മതിയായവനാണ്. അവന്റെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമല്ലേ. എന്റെ ദൈവം സാധ്യതകളെ കണ്ടുകൊണ്ട് ചെയ്തു തരാമെന്ന് പറയുന്നവനല്ല, അസാധ്യതകളെ കാണിച്ചിട്ട് അത് ചെയ്തു തരുന്നവനാ. ബാക്കിയുള്ള ദേവന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, ദൈവങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ കാണിച്ചിട്ട് പറയും പറയാൻ പറയും. എന്നാൽ എന്റെ ദൈവം ഇല്ലായ്മയെ കാണിച്ചിട്ട് പറയും ഞാനത് ഉളവാക്കി തരാമെന്ന് പറയും. എന്ന് പറയാ ദൂരേറ്റെടുക്കുന്നവരുണ്ടോ? എന്റെ ദൈവം സാധാരണ ശബ്ദം വെളിപ്പെടുത്തുന്നവനല്ല, അവൻ അസാധാരണമായ ശബ്ദം വെളിപ്പെടുത്തുന്നവനാണോ? എന്റെ ദൈവം സാധാരണ രീതിയിൽ സംസാരിക്കുന്നവനല്ല, അവൻ അസാധാരണമായ രീതിയിൽ സംസാരിക്കുന്നവനാണ്. കാര്യം എന്താ? അവൻ അസാധാരണമായ ദൈവമാണ്. അവൻ അസാധാരണമായ വിഷയങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. കേൾക്കുന്ന ദൈവത്തിലെ നീ അനുസരിക്കുക എന്നുള്ളതാണ് നിന്റെ കടമ. ഇവിടെ ഇദ്ദേഹം പണി ആരംഭിച്ചു. അയ്യോ, മരം ഇവിടില്ലല്ലോ, അത് അദ്ദേഹത്തിന് വിഷയമല്ല. ദൈവം പറഞ്ഞതല്ലേ അത് വരും.
വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പണി ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്തുള്ള രാജ്യം ഏതാണെന്നറിയാമോ? തൊട്ടടുത്തുള്ള ഒരു ജാതീയ രാജാവ് ഭരിക്കുന്ന സോർ ഭരിക്കുന്ന ഹീരാം രാജാവ്, തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് സോറ്. ആ സോർ ഭരിക്കുന്ന ഹീരാം എന്ന് പറഞ്ഞ രാജാവ് സലോമോനെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ചോദിച്ചു, ഏതാണ്ട് പണിയൊക്കെ ആരംഭിച്ച് പണിയൊക്കെ നടക്കുന്നു പറഞ്ഞല്ലോ. അപ്പൊ സലോമോൻ പറഞ്ഞു, ദേവാലയം പണിയാൻ തുടങ്ങിയിരിക്കുക. അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ വായിക്കും, അത് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ചെയ്യുക, മരങ്ങളെല്ലാം ആവശ്യമാണെങ്കിൽ എന്റെ സ്ഥലത്തുനിന്ന് വെട്ടിക്കൂ. എന്റെ സ്ഥലത്ത് ദേവദാരുണ്ട്, അത് വെട്ടാനുള്ള ആളുകൾ എന്റെ സ്ഥലത്തുണ്ട്, അതിനുള്ള ക്രമീകരണം ഞാൻ ചെയ്തുതരാം. നോക്കൂ ദൈവത്തിലെ അന്വേഷിച്ച് നടക്കേണ്ട ഗതികേടുണ്ടായില്ലെന്നാണ് രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം വായിച്ചാൽ മനസ്സിലാകുന്നത്. ദൈവം പറഞ്ഞതിന് പ്രകാരം പണി ആരംഭിച്ചപ്പോൾ ഈ മരം നിൽക്കുന്ന സ്ഥലത്ത് രാജാവ് സോർ രാജാവ് ഹീരാം ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുകയാണ്, ആവശ്യത്തിലുള്ള മരവും ആൾക്കാരെയും ഈ പണവും സ്വർണവും ഞാൻ തരാമെന്ന്. കണ്ടോ ദൈവത്തിലെ, നീ വിശ്വസിച്ചാൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ദൈവമാണ് എന്റെ ദൈവം. എന്റെ ദൈവത്തിന് നിന്റെ വിഷയങ്ങളെ, അസാധാരണമായ വിഷയങ്ങളെ വിളിച്ചു വരുത്തി തരാൻ ദൈവത്തിന് കഴിയും. എന്റെ ദൈവത്തിന് ഉളവാക്കി തരാൻ കഴിയും. ഇന്ന് പകൽ വിശ്വസിക്ക്. ഇങ്ങോട്ട് വിളിച്ച് സോർ രാജാവായ ഹീരാം പറയുകയാണ്, പണി ആരംഭിച്ചു, ആലയം പണിയാണല്ലോ, എന്റെ സഹായം വല്ലതും വേണോ? മരങ്ങൾ വല്ലതും വേണമെങ്കിൽ എന്റെ സ്ഥലത്ത് നിന്ന് വെട്ടിക്കോ. വെട്ടാനുള്ള ആളുകളെ ഞാൻ ക്രമീകരിച്ചു തരാം. അത് മാത്രമല്ല, കുറച്ച് സ്വർണം കൂടെ തരാം. എന്താ മരം? അതാരസം. എന്താ മരം? അത് ദേവദാരു. കണ്ടോ? അങ്ങനെ സലോമോന് സോർ രാജാവായ ഹീരാം അവന്റെ ആൾക്കാരെ വെച്ച്, നല്ല പണിക്കാരുള്ള പണം ആവശ്യമുള്ളവനാണ് ഹീരാം, അതേപോലെ നല്ല പണിക്കാരുണ്ട്. ഇവൻ എന്ത് ചെയ്തു? ആ മരങ്ങൾ മുഴുവൻ വെട്ടിച്ച് ആലയം പണിക്കാർ ഇസ്രായേലിൽ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ആലയത്തിന്റെ പണി കഴിഞ്ഞു. ആലയത്തിന്റെ പണി പൂർത്തീകരിച്ച ശേഷം നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ സലോമോനൊരാഗ്രഹം, ഇത്രയ്ക്ക് ഉപകാരം ചെയ്ത ഹീരാമിന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം. ഹീരാമിന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം. കാരണം ഇത്ര വലിയൊരു ഉപകാരം ചെയ്തതല്ലേ. അദ്ദേഹം ഹീരാമിനെ വിളിച്ചു, നീ ഇത് ഉപകാരം കിട്ടി നന്ദി. എന്നിട്ട് പറഞ്ഞു, ഒരു സമ്മാനം ഞാൻ തരും, നീ അത് വാങ്ങിക്കണം. അദ്ദേഹം പറഞ്ഞു, ഒന്നും വേണ്ട, എല്ലാം വാങ്ങിക്കണം. അങ്ങനെ നിർബന്ധിച്ച് ഒരു സമ്മാനം കൊടുത്തു. ആ സമ്മാനം ഏതാണെന്നറിയാമോ? തന്റെ ജ്ഞാനം കൊണ്ട് നന്നാക്കാൻ കഴിയാത്ത ഈ സോർ രാജ്യത്തോടെ ചേർന്ന് കിടക്കുന്ന ഇസ്രായേലിന്റെ വടക്കുള്ള 20 ചെറിയ പട്ടണങ്ങൾ അടങ്ങിയ ഗലീല എടുത്തുള്ളൂ സമ്മാനമായിട്ട് ജാതീയ രാജാവായ ഹീരാമിന് കയ്യിൽ കൊടുത്തു. ഹീരാമിന് സന്തോഷമായി. കാരണം ഇവരോട് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇതാ തന്റെ രാജ്യത്തോട് ചേർന്ന് കിടക്കുന്ന 20 പട്ടണങ്ങൾ അടങ്ങിയ രാജ്യം ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ സന്തോഷത്തോടെ അതങ്ങ് വാങ്ങിച്ചു. ഇപ്പോൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ 20 ചെറിയ പട്ടണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഗലീല ഇപ്പൊ ആരുടെ കയ്യിലാണെന്നറിയാമോ? ജാതീയ ശക്തികളുടെ പേരുള്ള ഗലീല ഇപ്പൊ ആരുടെ കയ്യില? ഇരുട്ട് മറന്ന് കിടക്കുന്ന ഗലീല ആരുടെ കയ്യില? മരണങ്ങളിൽ പിടിച്ചു കിടക്കുന്ന ഗലീല ആരുടെ കയ്യില? ഹീരാം എന്ന് പറയുന്ന പണമുള്ളവന്റെ കയ്യിൽ, മിടുക്കന്മാരായ പണിക്കാരുള്ളവന്റെ കയ്യിൽ. സന്തോഷത്തോടെ വാങ്ങിച്ചവൻ അതിനെ നന്നാക്കാൻ, ഈ ഗലീലെ നന്നാക്കാൻ അവന്റെ പണം ഉപയോഗിച്ചു, അവന്റെ പണിക്കാരെ ഉപയോഗിച്ചു. പക്ഷേ അവൻ പരാജയപ്പെട്ടു. പണം കൊണ്ട് പരാജയപ്പെട്ടു. നല്ല പണിക്കാരെ കൊണ്ട് നോക്കി പരാജയപ്പെട്ടു. ഇന്ന് പകൽ എനിക്കൊരു തോന്നുന്നു അതിനകത്തൂടെ പറയാനുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന, ഇനിയും കേൾക്കാൻ പോകുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരെ, പണം കൊണ്ട് അന്യാരാധന ശക്തികളെ തുരത്താമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. നിന്റെ ഹാലലിയ പണിയുടെ പ്രാഗൽഭ്യം കൊണ്ട് അന്യാരാധന ശക്തികളെ മന്ത്രവാദത്തിന്റെയോ ആവിചാരത്തിന്റെയോ നർസയുടെയോ കർഷയുടെയോ നിർമ്മൂല ശക്തികളുടെയോ പോരുകളെ മാറ്റാൻ പറ്റില്ല. നിന്റെ പണം കൊണ്ട് നിന്റെ ഭവനത്തിലെ ഇരുട്ട് മാറ്റാൻ പറ്റില്ല. നിന്റെ തലമുറയെ ഇരുട്ട് മാറ്റാൻ പറ്റില്ല. പണം കൊണ്ട് മരണത്തെ മാറ്റാൻ പറ്റില്ല. ഇത് ഹീരാൻ തിരിച്ചറിഞ്ഞു. ഹീരാൻ പിന്നെ ഒരിക്കൽ കൂടെ സലോമോനെ വന്ന് കണ്ടു. സലോമോനോട് പറയുന്നൊരു കാര്യമുണ്ട്. ആ രാജകുമാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ അവസാനം വായിച്ചാൽ മനസ്സിലാകും. സലോമോൻ പറയാ, എന്നെ നീ ഇങ്ങനെ കളിപ്പിച്ചല്ലോ. നീ തന്നത് ഗലീലയല്ല, നീ തന്നത് കാബൂള. കാബൂൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വേര് പിടിക്കാത്ത സ്ഥലം. നീ തന്നത് ഗലീലയല്ല, നീ തന്നത് കാബൂള. കാബൂൾ വേര് പിടിക്കാത്ത സ്ഥലം.
കണ്ണൂരിലെ ഇന്ന് പകൽ ആത്മീയ അർത്ഥം മനസ്സിലാക്ക്. ജ്ഞാനം കൊണ്ട് നിന്റെ ഭവനത്തിലെ അന്യാരാധന ശക്തികളെ മാറ്റാൻ പറ്റില്ല. ആ ജ്ഞാനം കൊണ്ട് ഇരുട്ട് മാറ്റാൻ പറ്റില്ല. ജ്ഞാനം കൊണ്ട് മരണങ്ങളിൽ മാറ്റാൻ പറ്റില്ല. അതേപോലെ തന്നെ പണം കൊണ്ട് പറ്റില്ല, പണം കൊണ്ട് പറ്റില്ല, പണം കൊണ്ട് പറ്റില്ല, പണിക്കാരെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ജ്ഞാനിയായ സലോമോൻ ഉപേക്ഷിച്ച സ്ഥലമാണ് ഗലീല. പണത്തിന്റെ അധിപനായ പണിക്കാരുള്ള ഹീരാം ഉപേക്ഷിച്ച സ്ഥലമാണ് ഗലീല. ഇങ്ങനെ അന്യാധീനപ്പെട്ട് കിടന്ന ഒരു സ്ഥലമാണ് ഗലീല. അതുകൊണ്ടാ പറഞ്ഞത് ഇവർ ഗലീലക്കാരല്ലേ. പിന്നെ എങ്ങനെ ഇവർ നമ്മുടെ 15 ഭാഷകളിൽ സംസാരിക്കുന്നു? അതിനിടയിൽ ഒരു മാറ്റം സംഭവിച്ചു. അത് ഇവരറിഞ്ഞിട്ടില്ല, യഹൂദന്മാർ അറിഞ്ഞിട്ടില്ല. നമുക്കറിയാം, മത്തായി സുവിശേഷത്തിനകത്തും മർക്കോസ് ലൂക്കോസ് സുവിശേഷത്തിനകത്തും യേശു കർത്താവ് യോർദാനിൽ വന്ന് സ്നാനപ്പെട്ട ശേഷം ആത്മാവന്റെ മേൽ വന്ന് നിറഞ്ഞ ശേഷം ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി നീണ്ട 40 രാവും 40 പകലും അവൻ ദൈവത്തോട് ചേർന്നിരുന്ന ശേഷം അടുത്ത വാക്ക് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. കേട്ടതിലെ ആത്മാവിന്റെ ശക്തിയോടെ അവൻ എങ്ങോട്ട് വന്നു? ഗലീലയിലേക്ക്. ഏത് ഗലീലയിലേക്ക്? ശലോമോന് പരാജയം പറ്റിയ ഗലീലയിലേക്ക്, ഹീരാമിന്റെ പണത്തിന് പരാജയം പറ്റിയ ഗലീലയിലേക്ക്. പണമില്ലാതെ, ജ്ഞാനത്തിന്റെ ബലമില്ലാതെ, തച്ചന്റെ മകനെന്ന് അറിയപ്പെടുന്ന, ജോസഫിന്റെ മോനെന്നറിയപ്പെടുന്ന, മറിയുടെ മോനെന്നറിയപ്പെടുന്ന യേശു വരികയാണ്. പക്ഷെ അവന്റെ കയ്യിൽ എന്തുകൊണ്ട്? ആത്മാവിന്റെ ശക്തി. ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലയിലേക്ക് മടങ്ങി. അവൻ ഗലീലയിൽ ചുറ്റി നടന്നപ്പോൾ ആദ്യം ചെന്നു കയറിയത് എങ്ങോട്ടാണെന്നറിയാമോ? ആദ്യം ചെന്നു കയറിയത് ആരാധനാലയത്തിലേക്ക്, സിനഗോഗിലേക്കാ. എന്തുകൊണ്ടാ ചെന്നു കയറിയത്? പണം കൊണ്ടല്ല, ജ്ഞാനം കൊണ്ടല്ല, പിന്നെയും ആത്മാവിന്റെ ശക്തി കൊണ്ട്. ആത്മാവിന്റെ ശക്തി കൊണ്ട് ചെന്നു കയറിയപ്പോൾ അതിനകത്ത് 38 വർഷമായി കുനിഞ്ഞു നിന്ന ഒരു കൂനിയായ സ്ത്രീയെ, ആ കൂനിയായ സ്ത്രീയുടെ ബന്ധനത്തെ അഴിച്ച് അവൻ ആദ്യത്തെ ആത്മാവിന്റെ ശക്തി വെളിപ്പെടുത്തി. അന്യായമായ ബന്ധനത്തെ അഴിച്ചുകൊണ്ട് അവൻ ആ ഗലീലയുടെ അന്യാരാധന ശക്തിയുടെ വേരറക്കാൻ തുടങ്ങി. അടുത്തത് അവൻ ചെന്ന് തൊടാന്നറിയാമോ? ഗലീലിലെ കാനാവിലെ കല്യാണ വീട്ടിൽ. ശ്രമിക്കണമേ, അന്യാരാധന ശക്തികളുള്ള ഭവനത്തിന്റെ സ്വഭാവം, ദേശത്തിന്റെ സ്വഭാവം കാണിക്കാൻ പോവുക. ആത്മാവിന്റെ ശക്തിയോടെ യേശു അകത്തിരിക്കുമ്പോൾ ആദ്യം ആ വീടിന്റെ സ്വഭാവം നിങ്ങൾ കണ്ടോ? ആദ്യം ഭയങ്കര ആഘോഷം, ഭയങ്കര സന്തോഷം. എന്നാൽ പെട്ടെന്ന് ആ വീട്ടിലെ സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ടു. വെളിച്ചം കത്തി നിന്ന ഭവനം പെട്ടെന്ന് ഇരുട്ടായി മാറി. ഇപ്പൊ ഭവനത്തിനകത്തുള്ളവർക്ക് ജീവിക്കണമെന്നില്ല, മരിച്ചാൽ മതി. കാര്യമെന്താ? നാണക്കേട് വെളിപ്പെടാൻ പോവുക. ഇതാണ് അന്യാരാധന ശക്തികൾ വാഴുന്ന ഇടത്തെ സ്വഭാവം. ഭയങ്കര സന്തോഷം ഉണ്ടാകും, പെട്ടെന്ന് സന്തോഷം കെടുത്തിക്കളയും. ഇന്ന് മുതൽ എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഈ മണ്ഡലങ്ങൾ വെളിപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അന്യാരാധന ശക്തികളാ. ആഘോഷിക്കേണ്ട സമയങ്ങൾ അസ്തമിപ്പിക്കുന്ന ഒരു വ്യാപാരം അന്യാരാധന ശക്തിയുടെ സ്വഭാവമാണ്. സന്തോഷിക്കേണ്ട പല സമയങ്ങളും സന്തോഷത്തെ കെടുത്തിക്കളയുന്ന ശക്തികൾ വെളിപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അന്യാരാധന ശക്തികളാ. ജീവിതത്തെ തന്നെ കൈപ്പാക്കിക്കൊണ്ട് മുൻപോട്ടങ്ങനെ പോകുമെന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ വെളിപ്പെടുന്നത് അന്യാരാധന ശക്തികൾ വെളിപ്പെടുന്നതുകൊണ്ടാണ്. ഈ ഭവനം നോക്കിയാട്ട് ഗലീലയാണ് അന്യാരാധന ശക്തികളുള്ള സ്ഥലം, ഇരുട്ടുള്ള സ്ഥലം, മരണങ്ങളിലുള്ള സ്ഥലം. ഈ വീടിനെ നോക്കിയാൽ ഇപ്പോൾ നല്ല വെളിച്ചമായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവരാരും ചിന്തിക്കാതെ ആ ദേശത്തിലെ ശക്തി വന്ന് കയറുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ സന്തോഷത്തെ കെടുത്തിക്കൊണ്ട്, അവരുടെ ആ അനുഗ്രഹത്തെ കെടുത്തിക്കൊണ്ട്, നിറവിനെ കെടുത്തി ശൂന്യമാക്കിക്കൊണ്ട് ആ ഭവനത്തിൽ ഇരുട്ടി വ്യാപിച്ചു. ഇപ്പോഴുള്ള പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു മരണകരമായ അവസ്ഥ വെളിപ്പെടുകയാണ്. എന്നാൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ, ആ ഭവനത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ദുഷ്ടപീശാചേ, ആളുകളിയ ഗലീലയിൽ വാഴുന്ന അന്യാരാധന ശക്തിയെ ഇന്നലെ നിന്റെ പരിപാടി നടന്നെങ്കിൽ ഇന്ന് നടക്കത്തില്ല. കാരണം ഇവിടെ വെളിപ്പെടുന്നത് സലോമോന്റെ ജ്ഞാനമല്ല, ഇവിടെ വെളിപ്പെടുന്നത് ഹീരാമിന്റെ പണമല്ല, ഇവിടെ വെളിപ്പെടാൻ പോകുന്നത് യേശുവിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആത്മാവിന്റെ ശക്തി വാഴുന്നിടത്ത് അന്യാരാധന ശക്തികൾ വാഴത്തില്ല. ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് അകത്തിരുന്നവൻ നിമിഷങ്ങൾക്കുള്ളിൽ അന്യാരാധന ശക്തിയുടെ വേര് ആ ഭവനത്തിൽ നിന്ന് പിഴുതെറിഞ്ഞു.
ശൂന്യമാക്കപ്പെട്ടതിനെ നിറവാക്കി മാറ്റിക്കൊണ്ട് ഇരുട്ട് വന്ന വീട്ടിൽ വീണ്ടും വെളിച്ചം കത്തിച്ചു. മരണത്തെ മാറ്റി വീണ്ടും അവരെ ജീവൻ വെളിപ്പെടുത്തി. പിന്നീട് നിങ്ങൾ കണ്ടത് അവൻ ഗലീലയുടെ തലങ്ങും വിലങ്ങും നടന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളാലും അവൻ മരണവിനെ മുഴുവൻ മാറ്റി, ഇരുട്ടിനെ മുഴുവൻ മാറ്റി, അജ്ഞാത ശക്തികളെ മുഴുവൻ മാറ്റി. അപ്പോൾ പുസ്തകം പറയുന്നു, ഇരുട്ടിയിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. കണ്ടവീകളെ, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇന്ന് പകൽ പറയട്ടെ, എന്താ കാരണം? ജ്ഞാനത്തിന് കഴിയാത്തത്, പണത്തിന് കഴിയാത്തത് ആത്മാവിന്റെ ശക്തിക്ക് കഴിയും. അങ്ങനെ ആത്മാവിന്റെ ശക്തിയിൽ യേശുവിന്റെ വെളിച്ചത്തെ അനുഗമിച്ചവരായിരുന്നു ഗലീലക്കാര്. അത് പക്ഷേ ഈ കൂടി വന്ന 15 ഭാഷക്കാരറിഞ്ഞില്ല. അവരിപ്പോഴും പഴയ ഗലീലക്കാരെയാ കണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവർ ഗലീലക്കാരല്ലേ. എന്നാൽ കുഞ്ഞെ, അവർ പണ്ട് ഗലീലക്കാരായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ടവർ ഇരുട്ടിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ വെളിച്ചത്തില്ല. അവർ യേശുവിനെ കണ്ടവരാണ്. ഇന്ന് പകൽക്കാലം പറയട്ടെ, യേശുവിനെ കണ്ടവരെല്ലാം വെളിച്ചത്തിലായിപ്പം. ഞാൻ എന്റെ വാക്കുകളെ അവിടെ അവസാനിപ്പിക്കാൻ പോവുക. പുച്ഛത്തോടുകൂടിയാണ്, പരിഹാസത്തോടുകൂടിയാണ് അവർ പറഞ്ഞത്. അമ്പലപ്പുമാരാണ് അവർ പറഞ്ഞത്, ഇവർ ഗലീലക്കാരല്ലേ. പിന്നെ എങ്ങനെ ഇവർ നമ്മളുടെ ഭാഷകളിൽ എല്ലാം ഗലീലക്കാരല്ലേ? ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലേ? പിന്നെ നാം ഓരോരുവരും സംസാരിച്ച് നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? അപ്പോൾ മനസ്സിലായോ ഗലീലക്കാരെങ്ങനെയാണ് ആത്മാവിന്റെ നിറവിലേക്ക് വന്നതെന്ന്? യേശുവിനെ അവർ അനുഗമിച്ചു. ആത്മാവിന്റെ ശക്തി അവരുടെ ദേശത്ത് വ്യാപരിച്ചു. ആത്മാവിന്റെ ശക്തി പ്രാപിച്ചപ്പോൾ അവർ ഇരുട്ടിലിരുന്നവർ വെളിച്ചം കണ്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ വലിയൊരു വെളിച്ചം കാണുന്നു. അവർ വെളിച്ചം കണ്ടവരെ വെളിച്ചം വിട്ട് പോകത്തില്ല. അവർ വെളിച്ചത്തെ അനുഗമിച്ചവരാണ് 120 പേർ ആത്മാവിനെ പ്രാപിച്ചത്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പ്രസംഗത്തിന്റെ കാതലായ ഭാഷയിലേക്ക് വരാൻ പോവുകയാണ്. ദൈവസഭയുടെ ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ഇന്ന് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്ന സമയം മുൻപോട്ട് പോയല്ലോ. എന്നാൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്നൊരു ആത്മീയ ദൂതാണ് ദൈവാത്മാവ് എന്നെ പറയുവാൻ പ്രേരിപ്പിച്ചത്. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇരുട്ട് വ്യാപരിക്കുന്നെങ്കിൽ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും സൗഖ്യവും സമ്പത്തും തിളങ്ങി നിൽക്കേണ്ടത് എന്റെ ഭവനത്തിനകത്ത്. പലപ്പോഴും സന്തോഷം അനുഭവിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് സന്തോഷത്തെ കെടുത്തുന്ന പ്രശ്നങ്ങൾ വെളിപ്പെടുന്നുണ്ടെങ്കിൽ, മരിച്ചാൽ മതി ജീവിതം തന്നെ കൈപ്പായി മുൻപോട്ട് പോകുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ, ഭാവിയുണ്ടെന്നറിയാതെ ഇരുട്ടിനെ തപ്പിത്തടയുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം അതിന് കാരണം വ്യക്തികളല്ല, അതിന് കാരണം അന്യായമായ ചില ശക്തികൾ തന്റെ ഭവനത്തിൽ വെളിപ്പെടുന്നുണ്ട്. ഇന്ന് പകൽ തിരിച്ചറിവ് നമ്മുടെ അറിവ് കൊണ്ടോ, നമ്മുടെ പഠനം കൊണ്ടോ, നമ്മുടെ പണം കൊണ്ടോ, നമ്മുടെ പണി കൊണ്ടോ ഒന്നും ആ ശക്തികളെ മാറ്റുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് നീ ആ ഭവനത്തിനകത്ത് കയറിയാൽ ദുഷ്ട ശക്തികളുടെ വേരുകളെ പിഴുതെറിയുവാൻ കഴിയും. ആത്മാവിന്റെ ശക്തി വെളിപ്പെടുത്തിയാൽ, അന്യഭാഷ നിമിത്തം ആരാധിച്ച് ആരാധനയുടെ ഒരു മണ്ഡലം സൃഷ്ടിക്കപ്പെട്ടാൽ ഇരുട്ടുകൾ മാറും. സമാധാനവും സന്തോഷവും സ്വച്ഛതയും സൗഖ്യവും സമ്പത്തും നിന്റെ ഭവനത്തിനകത്ത് നിറയും. ഇന്നിപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ശനിയാഴ്ച ഇതേ സമയത്ത് നമ്മൾ ഒരുമിച്ച് പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം, ദൈവസഭയുടെ ആദ്യത്തെ പ്രസംഗം, അതിന്റെ പ്രതിഫലനം 3000 പേരെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ദൈവവചനം കൊണ്ടുപോയ അനുഭവം നമ്മൾ ചിന്തിക്കാൻ പോയി. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, അടുത്ത ആഴ്ച നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അറിവുള്ള നിങ്ങളുടെ സ്നേഹിതന്മാരെയും സഹോദരിമാരെയും ഈ പ്രേരണകളിലേക്ക് നിങ്ങൾ ക്ഷണിക്കണം. ഈ വചന പഠനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റം വെളിപ്പെടുത്തുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ എന്നോട് സംസാരിച്ച, ഈ വചനം കേട്ട പല സ്റ്റേറ്റുകളിൽ തന്നെ വിളിച്ച മെസ്സേജുകൾ അയച്ച പലരുടെയും ആ അനുഭവം എന്ന് എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അത്ഭുതകരമായ മാറ്റം ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ പ്രസംഗം ഇന്ന് കേട്ടത് അവസാനിപ്പിക്കാതെ വെബ്സൈറ്റുകളിൽ കയറി, ഞങ്ങളുടെ വെബ്സൈറ്റുകളിൽ കയറി നിങ്ങൾ www.bethesdaprayer.com അല്ലെങ്കിൽ നിങ്ങൾ ബെഥെസ്ഡ പ്രയർ എന്നുള്ള ഫേസ്ബുക്കിനകത്ത് ഞങ്ങളുടെ മെസ്സേജുകളുണ്ട്. ബെഥെസ്ഡ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ഈ വചനം കേൾക്കണമെങ്കിൽ രഞ്ജൻ ജോർജ് എന്നടിച്ചാൽ നിങ്ങൾ ഫേസ്ബുക്കിനകത്ത് നിങ്ങൾക്ക് മെസ്സേജുകൾ കിട്ടും. അങ്ങനെ പല മുഖാന്തരങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആവർത്തിച്ച് ഈ മെസ്സേജുകൾ കേട്ട് ആത്മാവിനെ അനുസരിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണി മുതൽ
9 മണി വരെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇതിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഈ പ്രകടനത്തിലുണ്ട്. ഒരാത്മാവിന്റെ പ്രാർത്ഥന. ഇത് അവസാനിപ്പിക്കുകയല്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ അടുത്ത ശനിയാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ ഞങ്ങളിത് നിരന്തരം ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുകയല്ല. ഈ പ്രാർത്ഥന ഞങ്ങൾ കണ്ടിന്യൂവായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിലാസൻ പാസ്റ്റർ ജോൺ വർഗീസ് നേതൃത്വത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന തുടർമാനമായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നത് വരെ ഞങ്ങൾ ഈ പ്രാർത്ഥന തുടരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ദയവായി അതിൽ കർത്താവിന്റെ ദാസനെ അതേ ഫോൺ ചെയ്ത് നിങ്ങൾ അറിയിക്കുക. കാരണം ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറും, വലിയ വിടുതലായി മാറും. അതുകൊണ്ട് ദയവായി നിങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് നിങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ പ്രയർ ലൈനിലോ ഫേസ്ബുക്കിലോ വെബ്സൈറ്റിലോ കയറുക. അല്ലെങ്കിൽ അവിടെ ഞങ്ങളുടെ അഡ്രസ് ഉണ്ട്, അവിടെ കർത്താവിന്റെ ദാസന്റെ ഫോൺ നമ്പർ ഉണ്ട്. ദയവായി നിങ്ങൾ അത് ഉപയോഗിക്കുക. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഞാൻ പറയാം: 405-249-7640. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിരന്തരമായി ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നിടം വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ കൂടെ ഞാൻ പറയാം: പാസ്റ്റർ ജോൺ വർഗീസ്, അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 405-249-7640. ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഈ അഡ്രസ് ഫോൺ നമ്പർ കിട്ടും. ഇന്ന് കേട്ട ദൈവവചനത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിലെ നമ്മുടെ സഭകൾ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും പ്രാതിനിധ്യം കൊടുക്കുന്ന സഭയായി തീരട്ടെ. നമ്മുടെ സഭകൾ പ്രസംഗത്തിനും ഉപദേശത്തിനും പ്രാധാന്യം കൊടുക്കുന്ന സഭയായി തീരട്ടെ. അടുത്ത് നമ്മൾ അങ്ങോട്ട് ചിന്തിക്കാൻ പോവുകയാണ്. 7 ഗുണങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുക. എല്ലാ കണ്ണുകളും അടയ്ക്കാം, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽ തിരക്കുകൾക്ക് നടുവിലും കടന്നു വന്ന ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹത്തോടെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും തുടർമാനമായി കർത്താവ് വെബ്സൈറ്റിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഈ പ്രസംഗം, ഈ ദൈവവചന പഠനം പഠിക്കുവാൻ ആഗ്രഹിക്കുവാൻ കടന്നു വരുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിലും അഭിഷേകത്തിലും ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുകയാണ്. അവരുടെ ഭവനത്തിനകത്ത് വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ പോരുകളെയും, തലമുറയുടെ മേൽ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ പോരുകളെയും, അവരുടെ സഭകളിൽ ദേശത്തിൽ വ്യാപരിക്കുന്ന എല്ലാ അന്യരാജ്യ ശക്തികളുടെ പോരുകളെയും യേശുവിന്റെ അധികാരത്തിലൂടെ ശാസിച്ചകറ്റുകയാണ്. ദിവ്യമായ സമാധാനവും സന്തോഷവും സജലയും സൗഖ്യവും സമ്പത്തുകൊണ്ട് കർത്താവിനെ നിറയ്ക്കണമേ, കൃപകൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കേൾവിക്കാരെ മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു, അവരുടെ കുടുംബജീവിതത്തിൽ അനുഗ്രഹിക്കുന്നു, അവരുടെ ഭാവി അനുഗ്രഹിക്കുന്നു കർത്താവേ. ഈ പ്രേരണ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കരങ്ങളടികളെ സമർപ്പിക്കുന്നു. തുടർന്നുള്ള കേൾവിയിലും ഞങ്ങളുടെ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ കൂടെ ഇരിക്കണമേ. കേട്ടത് ഗ്രഹിക്കാനും ഗ്രഹിക്കുന്ന ഹൃദയത്തിൽ അത് സൂക്ഷിച്ച് അത് പ്രാവർത്തികമാക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. മഹത്വം കർത്താവ് എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.